ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് GIBയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്, മാത്തമാറ്റിക്സിന്റെ. അപ്പോൾ താമസിക്കാതെ നമുക്ക് നേരെ ക്വസ്റ്റിലേക്ക് പോകാം, സെക്ഷൻ എയിലേക്ക് പോകാം. സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ ചോദ്യം പറയുന്നത്. ദ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ആൽഫ ഫോർ വിച്ച് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ alpha plus 2x square minus 2 alpha x minus alpha equal to 0 എന്നാണ്. has two roots on the number line symmetrically placed about the point 1. ഇത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ദ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ആൽഫ, അല്ലേ? ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇതിനകത്ത് വാല്യൂ കണ്ടുപിടിക്കണം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. വിച്ച് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാസ് ടു റൂട്ട്സ്, രണ്ട് റൂട്ട്സ് ഉണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്. ആൻഡ് ആ റൂട്ട്സ് എവിടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ദ നമ്പർ ലൈനിലാണ്, സിമെട്രിക്കലി പ്ലേസ്ഡ് എബൌട്ട് ദ പോയിന്റ് 1 എന്നാണ്. നമുക്ക് ജസ്റ്റ് ഞാൻ ഒന്ന് വരച്ച് കാണിക്കാതെ ഒന്ന് നോക്കിക്കേ എങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 2 റൂട്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 2 റൂട്ട്സ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്, അതിൻ്റെ റൂട്ട്സ് അതാ ഒരു റൂട്ട് ഇവിടെയും ഒരു റൂട്ട് ഇവിടെയുമാണെന്നാണ് പറയുന്നത്. അത് സിമെട്രിക്കലി പ്ലേസ്ഡ് എബൌട്ട് എന്താണ് ദ പോയിന്റ് 1 ആണ്. 1ന് സിമെട്രിക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ റൂട്ട്സ് പ്ലേസ് ആയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഷോർട്ട് കട്ട് പ്രകാരം ഞാൻ ചെയ്യുന്നു. ഈ റൂട്ടിനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് 1 ആണെങ്കിൽ ഒരു യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഒരു യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്താണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സോ അപ്പം ഈ ഒരു റൂട്ടിനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എൻ്റെ ഒന്നാമത്തെ റൂട്ട് x1 ആണ്. x1 എന്ന് പറഞ്ഞു നോക്കിക്കേ, ഇപ്പുറത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ 1 + k ആണ് വന്നിരിക്കുന്നത്. ദെൻ ഇത് രണ്ടാമത്തെ എൻ്റെ റൂട്ടാണ് x2. x2 എന്ന് പറയുമ്പോഴോ 1 - k, അതായത് ഒരു യൂണിറ്റ് എന്ത് ചെയ്യും, ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഓക്കെ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? സോ നമുക്ക് എന്ത് ചെയ്യാം, സം ഓഫ് ദി റൂട്ട്സും പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സും നമുക്ക് എഴുതാൻ അറിയത്തില്ലേ മക്കളെ? സോ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, സം ഓഫ് ദി റൂട്ട്സും പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സും നമുക്ക് എഴുതാം. സോ സം ഓഫ് ദി റൂട്ട്സ് നമുക്ക് എങ്ങനെ എഴുതാം? സം ഓഫ് ദി റൂട്ട്സ് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് x1 ഉം x2 ആണ്. സോ x1 + x2 നമുക്ക് എങ്ങനെ എഴുതാം? 1 + k + 1 - k എഴുതാം. സോ കെയും പോവും. സോ നമുക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഇനി തന്നിരിക്കുന്ന ഗിവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് സം ഓഫ് ദി റൂട്ട്സ് നമുക്ക് എങ്ങനെ എഴുതാം? -b/a ആണ്. സോ -2 ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ + 2 ആണ് വരുന്നത്. സോ സം എത്ര വരും നമുക്ക്? 2 ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ + 2 എന്ന് വരും. അത് എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്? 2 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 2 ആൽഫ = 2 ആൽഫ + 4 എന്ന് കിട്ടും. സോ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? 2 ആൽഫനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 0 = 4 എന്ന് കിട്ടും. ഇത് പോസിബിൾ ആണോ മക്കളെ? അല്ല, പോസിബിൾ അല്ല, നോട്ട് പോസിബിൾ. അങ്ങനെ ഒരു കണ്ടീഷനേ പോസിബിൾ അല്ല. സോ നമ്മുടെ ആൻസർ എന്ത് വരും? 5 ആണ് നമുക്ക് കിട്ടുന്നത്. സെറ്റ് ഓഫ് വാല്യൂസ് എന്നാ പറഞ്ഞാൽ അങ്ങനെ ഒരു വാല്യൂ നമുക്ക് എടുക്കാൻ ഇല്ല. നമുക്ക് എന്താണ് കിട്ടുന്നത്? 5 ആണ് നമ്മുടെ വാല്യൂ കിട്ടുന്നത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ? ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റൻ ഇതാണ്. ആൽഫ ആൻഡ് ബീറ്റ ബി ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² + √3x + 1 = 0. ദെൻ ആൽഫ റൈസ് ടു 2022 + ബീറ്റ റൈസ് ടു 2022 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് ഹയർ പവർ ആണ്, അല്ലേ? ആൽഫ റൈസ് 2022 ബീറ്റ റൈസ് 2022 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്യുവാണ്. എങ്ങനെ വരുന്നു? ദ x² + 1 = -√3x എന്ന് കൊടുക്കുന്നു. ഞാൻ രണ്ട് സൈഡിലും ക്യൂബ് എടുക്കുകയാണ്. ഓക്കെ, രണ്ട് സൈഡിലും ഞാൻ ക്യൂബ് എടുക്കുകയാണ്. x² + 1 ഹോൾ ക്യൂബ്, ദെൻ -√3x ഹോൾ ക്യൂബ്. രണ്ട് സൈഡിലും ഞാൻ ക്യൂബ് എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ക്യൂബ് എടുത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്യൂബിന്റെ എക്സ്പാൻഷൻ a + b ഹോൾ ക്യൂബ് എഴുതുക നമ്മൾ. അപ്പോൾ അത് x⁻⁶ വരും, +3x², ദെൻ -√3x + 1³ 1 ആണ്. ദെൻ ഇവിടെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് -3√3x³ എന്ന് വരും. ഓക്കെ, റെഡി ആണല്ലോ? നമ്മുടെ എക്സ്പാൻഷൻ നോക്കിയാൽ മതി, a + b ഹോൾ ക്യൂബിന്റെ. സോ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതും സെയിം ആണ്. അത് രണ്ടും എന്തായി? കട്ടായി പോയി. സോ x⁻⁶ + 1 = 0. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? x⁻⁶ എന്ന് പറയുന്നത് -1 ആണ്. അതായത് x⁻⁴ പവർ നമുക്ക് വന്നപ്പോൾ നമ്മുടെ വാല്യൂ എത്ര കിട്ടി? -1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം x⁻2022 എക്സിന്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ദെൻ ആൽഫയും ബീറ്റയും എന്താണ്? നമ്മുടെ റൂട്ട്സ് ആണെന്ന് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ അതാ എക്സിന് ആൽഫ ബീറ്റ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസാണ്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൽഫ റൈസ് ടു 2022 എന്ത് വരാം? -1 തന്നെ വരാം. ബീറ്റ റൈസ് ടു 2022 എന്ത് തന്നെ വരാം? -1 വരാം. സോ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? ബീറ്റ 2022 = -1 + -1. സോ -1 - 1 -2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ?
ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ക്വസ്റ്റൻ ഇതാണ് പറയുന്നത്, ലെറ്റ് ആൽഫ ബി എ കോമൺ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 12 ഈക്വൽ ടു 0 ആൻഡ് ലാംഡ എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 3 ഈക്വൽ ടു 0. ഓക്കെ, വേർ ലാംഡ ഈസ് ആൻ ഇൻഡിജർ എന്ന് പറയുന്നുണ്ട്. ഇഫ് ബീറ്റ ഈസ് ദ അതർ റൂട്ട് ഓഫ് ദ സെക്കൻഡ് ഇക്വേഷൻ, ബീറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷൻ അതർ റൂട്ട് ആണെങ്കിൽ ദെൻ ദ ഓർഡേർഡ് പെയർ ലാംഡ ബീറ്റ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് റൂട്ട്സ് കണ്ടുപിടിക്കാം അല്ലേ. നോക്കിക്കേ, എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 12 ഈക്വൽ ടു 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 12ഉം ആഡ് ചെയ്യുമ്പോൾ -1 വരണം. ഏത് വരും നമ്മുടെ വാല്യൂ? എക്സ് മൈനസ് 4ഉം എക്സ് പ്ലസ് 3ഉം ആയിരിക്കും നമുക്ക് വരുന്നത് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഫ്രം ഹിയർ വി ക്യാൻ റൈറ്റ് എക്സ് ഈക്വൽ ടു 4 ആൻഡ് എക്സ് ഈക്വൽ ടു -3. അപ്പം നമുക്ക് എന്ത് കിട്ടി? രണ്ട് റൂട്ട്സ് കിട്ടി അല്ലേ. അപ്പോൾ എന്താണ്, ആൽഫ എന്ന് പറഞ്ഞാൽ കോമൺ റൂട്ട് രണ്ട് ഇക്വേഷനും ബാധകമായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നെങ്കിൽ 4 ആയിരിക്കും കോമൺ റൂട്ട്, അല്ലെങ്കിൽ -3 ആയിരിക്കും കോമൺ റൂട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു, ഈ ആൽഫ ഈക്വൽ ടു 4 ഇതായിരുന്നു കോമൺ റൂട്ടെങ്കിൽ നമുക്ക് എന്ത് വന്നേനും, രണ്ടാമത്തെ ഇക്വേഷനകത്ത് എക്സ് സ്ക്വയർ ലാംഡ, അപ്പോൾ എന്ത് വരും, 4 സ്ക്വയർ 16 ലാംഡ പ്ലസ് ദെൻ ഇത് എത്ര വരും, 43 അല്ലേ. 10 ഇൻറ്റു 4 40 പ്ലസ് 3 43 ഈക്വൽ ടു 0 വരും. ഓക്കെ, ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവും, ലാംഡ എന്ന് പറഞ്ഞത് -43/16 ഇതെന്താണ്, ഒരു ഇൻഡിജർ അല്ല അല്ലേ. ലാംഡ ഇൻഡിജർ ആണെന്ന് നമ്മളോട് പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ലാംഡ ഇൻഡിജർ അല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആൽഫ -3 കൊടുക്കുമ്പോഴത്തേക്കിന് ദെൻ -3 സ്ക്വയർ 9 ലാംഡ -30 പ്ലസ് 3 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഇത് നമുക്ക് വരുന്നത് -27 വരും. ഓക്കെ, ദെൻ ലാംഡ ഈക്വൽ നമുക്ക് 3 കിട്ടും. യെസ്, ലാംഡ ഒരു ഇൻഡിജർ ആണ്. അപ്പോൾ എന്ത് വരും, നമ്മുടെ കോമൺ റൂട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയില്ലേ. ഓക്കെ, പറയുന്ന മനസ്സിലായോ. സോ ലാംഡയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 3 ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ നോക്കിക്കേ, 3x സ്ക്വയർ പ്ലസ് 10x പ്ലസ് 3 ഈക്വൽ ടു 0. അടുത്ത നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടിയതോടെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കണം. ഇതിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, ഒരു റൂട്ട് നമുക്ക് കോമൺ ആയിട്ടുള്ളതും കിട്ടും, മറ്റേ റൂട്ട് ഒരു റൂട്ട് നമ്മുടെ കോമൺ ആയിട്ടുള്ള -3 ആയിരിക്കും കിട്ടുന്നത്, മറ്റൊരു റൂട്ടും കിട്ടും. ആ റൂട്ട് ഏതാണെന്നും കൂടെ കണ്ടുപിടിക്കണം നമ്മൾ. ഓക്കെ, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ മക്കളെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9ഉം ആഡ് ചെയ്യുമ്പോൾ 10ഉം വരുന്ന രീതിയിൽ ഏതാണ്, 1ഉം 9ഉം ആണെന്ന് നമുക്കറിയാം. ദെൻ നമ്മൾ കോഎഫിഷ്യന്റ് 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് റൂട്ട്സ് ഏതൊക്കെ കിട്ടും, യെസ് 3x പ്ലസ് 1 എന്നും കിട്ടും, അതേപോലെ തന്നെ എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്നും കിട്ടും. ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു -3 അത് നമ്മുടെ റൂട്ട് നമുക്ക് കിട്ടി, കോമൺ റൂട്ട് അല്ലേ. ദെൻ അടുത്ത റൂട്ട് എന്താണ്, 3x -1, സോ x ഈക്വൽ ടു -1/3 അടുത്ത റൂട്ട് കിട്ടി. അപ്പോൾ അടുത്ത റൂട്ട് ഏതാണ്, -1/3. അപ്പോൾ ഓർഡേർഡ് പേര് നമ്മൾ ഏതാ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, ലാംഡയും ബീറ്റയും. ലാംഡ നമുക്ക് എത്ര കിട്ടിയത്, 3. നമ്മുടെ അടുത്ത റൂട്ട് എന്താണ്, -1/3. സോ 3ഉം -1/3യുമാണ് നമ്മുടെ ഓർഡേർഡ് പേയേഴ്സ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ. ഇനി നമ്മൾ നാലാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. നാലാമത്തെ ചോദ്യം ഇതാണ്, ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, എന്നിട്ട് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ നമ്മൾ എന്ത് ചെയ്യണം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റർമിൻഡ് a മൈനസ് ലാംഡ i ഈക്വൽ ടു 0 എന്നുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം a മൈനസ് ലാംഡയുടെ ഡിറ്റർമിൻഡ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം a മൈനസ് ലാംഡ i ചെയ്താൽ എന്താ നമുക്ക് കിട്ടുന്നത്, -ലാംഡ 0 2 1 മൈനസ് ലാംഡ 0 0 മൈനസ് 1 മൈനസ് ലാംഡ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഇതിന്റെ ഡിറ്റർമിൻഡ് എക്സ്പാൻഡ് ചെയ്തേ. സോ -ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ -0 പ്ലസ് 2 ഇൻറ്റു -1 ഈക്വൽ ടു 0. ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് -λ³ -2 ഈക്വൽ ടു 0 കിട്ടും. ഫ്രം ഹിയർ വി ക്യാൻ റൈറ്റ് λ³ ഈക്വൽ ടു -2 എന്ന് കിട്ടും. സോ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്, മെട്രിക്സ് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. സോ നമുക്ക് എന്ത് കിട്ടും, a³ ഈക്വൽ ടു -2i എന്ന് കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഓപ്ഷൻ നോക്കിക്കേ, a⁻6ഉം a⁻12ഉം ഒക്കെയാണ് കിടക്കുന്നത്. സോ a⁻6 ആക്കാൻ ഞാൻ ഒരു a³ കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. സോ a⁻6 ആയി. സോ -2i ഇൻറ്റു a³ വരും. സോ അതെന്ത് തന്നെ വരും, a⁻6 -2a³ എന്ന് കിട്ടും. റെഡി അല്ലേ. അപ്പം a³ വാല്യൂ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, എന്താണ്, -2i. സോ -2 ഇൻറ്റു -2i ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 4i കിട്ടും, a⁻6. അപ്പം a⁻6 ഈക്വൽ ടു 4i എന്നൊരു ഓപ്ഷൻ ഉണ്ടോ, ഇല്ല, അങ്ങനെ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തത് a⁻12 നോക്കും. a⁻12 നോക്കണമെങ്കിൽ അഗെയിൻ ഒരു a⁻6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ a⁻12 ഇൻറ്റു
4i ഇൻറ്റു ഇപ്പം നമുക്ക് കിട്ടിയത് എന്താ 4i ഇൻറ്റു എ റൈസ് ടു 6 ആണ്. സോ 4i ഇൻറ്റു എ റൈസ് ടു 6, എ റൈസ് ടു 6 എന്ത് തന്നെ കിട്ടിയിട്ടുണ്ട്, 4i എന്ന് നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ, പറയുന്നത് മനസ്സിലായോ? സോ ഇപ്പോൾ ഇതെന്ത് വരും, എ റൈസ് ടു 12 ഈക്വൽ ടു 4 എ റൈസ് ടു 6 എന്ന് വരും. സോ എ റൈസ് ടു 12 ഈക്വൽ ടു 4 ഇൻറ്റു എ റൈസ് ടു 6 എന്താ കിട്ടിയിരിക്കുന്നത്, 4i എന്നാണ് കിട്ടിയിട്ടുള്ളത്. സോ എ റൈസ് ടു 12 ഈക്വൽ ടു 16i എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. എ റൈസ് ടു 6 എ റൈസ് ടു 12 കിട്ടും 16i നമുക്ക് കിട്ടും. ഓക്കെ, അതെന്താ സംഭവം, 4 ഇൻറ്റു എ റൈസ് ടു 6 തന്നെയല്ലേ അത്, 4 ഇൻറ്റു എ റൈസ് ടു 6, എ റൈസ് ടു 6 എന്ന് പറഞ്ഞാൽ എന്താണ്, 4i തന്നെയാണ്. സോ 4i അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും, ഇത് 4 ഇൻറ്റു എ റൈസ് ടു 6 എന്ന് വരും. സോ നമ്മുടെ ആൻസർ എന്ത് വരും, എ റൈസ് ടു 12 ഈക്വൽ ടു 4 ഇൻറ്റു എ റൈസ് ടു 6. ഒന്നുമില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം കൊടുത്ത് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. റെഡി? ഇനി നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. അഞ്ചാമത്തെ ചോദ്യം ഡിറ്റർമിനൻസ് എന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മക്കളെ, എന്താ തന്നിരിക്കുന്നത്, എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് 3/3 ആണ് പറയുന്നുണ്ട്, എ ബി ഈക്വൽ ടു ആർ ഇൻറ്റു ഐ എന്ന് തന്നിട്ടുണ്ട്. ദെൻ B32, അതായത് ബി എന്ന് പറഞ്ഞ മെട്രിക്സിലെ തേർഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അഡ്ജോയിന്റ് ഓഫ് ബി ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ബി നമുക്ക് R⁵5 തന്നിട്ടുണ്ട്. ദെൻ അഡ്ജോയിന്റ് എ ബിയുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം, എന്താണ്, എ ബി ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിനന്റ് എ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് എ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് എന്താ വരുന്നത്, നമുക്ക് ഡിറ്റർമിനന്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പെട്ടെന്ന് ചെയ്യണേ. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ആൽഫ ഇൻറ്റു 2 - 3 ഇൻറ്റു -1 ഇൻറ്റു 1 - 9 പ്ലസ് 2 ഇൻറ്റു 1 - 6 കിട്ടും. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ആൽഫ പ്ലസ് 8 -10 വരും. സോ മൈനസ് ആൽഫ -2 വരും. സോ മൈനസ് ഓഫ് ആൽഫ പ്ലസ് 2 എന്ന് വരും. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ നമുക്ക് അതിനുശേഷം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അതാ ഇതിൽ നിന്ന് നമുക്ക് ഡിറ്റർമിനന്റ് എ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡിറ്റർമിനന്റ് എന്താ വന്നിരിക്കുന്നത്, ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു മൈനസ് ഓഫ് ആൽഫ പ്ലസ് 2 ആണ് വന്നിരിക്കുന്നത്. റെഡി? നമുക്കൊരു ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ നമുക്ക് അടുത്ത് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താ, എ ബി ഈക്വൽ ടു ആർ ഐ എന്നാണ്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എ ബി ഈക്വൽ ടു ആർ ഐ എഴുതാൻ പോവാണ്. എ ബി ഈക്വൽ ടു ആർ ഐ, ആർ ഒരു കോൺസ്റ്റന്റ് ആണ്, 0 ആകാൻ പാടില്ല. ഇതിന്റെ ഡിറ്റർമിനന്റ് ഞാൻ എടുക്കാൻ പോവാം. ഡിറ്റർമിനന്റ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ആർ ഇൻറ്റു ഐ. പ്രോപ്പർട്ടി പ്രകാരം എന്ത് വരും, ഡിറ്റർമിനന്റ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് കെ ഇൻറ്റു എ എന്നാണ് വന്നിരിക്കുന്നത് അല്ലെ, കെ ഇൻറ്റു ഐ. കെയിനെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ എന്ത് കിട്ടും, കെ റൈസ് ടു എന്താണ്, കെ അല്ല ഇവിടെ ആറാണ്. സോ ആർ ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഐ. ഡിറ്റർമിനന്റ് ഐ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. സോ എ ബി ഈക്വൽ ടു ആർ ക്യൂബ്. അത് നമുക്ക് രണ്ടാമതൊരു ഇക്വേഷൻ ആയിട്ടും കിട്ടി. റെഡി അല്ലേ? ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, അടുത്തിനകത്ത് തന്നിട്ടുള്ള കണ്ടീഷൻ അഡ്ജോയിന്റ് ഓഫ് ബിയുടെ ഡിറ്റർമിനന്റ് R⁵5 എന്ന് തന്നിട്ടുണ്ട്. സോ അത് ഞാൻ എടുക്കുന്നു, അഡ്ജോയിന്റ് ഓഫ് ബി അല്ലേ. അത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്, അഡ്ജോയിന്റ് ഓഫ് ബിയുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാം, ഡിറ്റർമിനന്റ് ബി ഹോൾ സ്ക്വയർ ആണ്. അത് നമുക്ക് എത്ര കിട്ടും, R⁵5 എന്ന് കിട്ടും. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എങ്ങനെ എഴുതാം, ആർ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് എഴുതാം. മക്കളെ ആർ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്ജോയിന്റ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് എ ആണ്. നമുക്ക് ബിക്കകത്ത് ഒരു എലമെന്റ് തന്നിട്ടുണ്ട് 2 3 അല്ലേ, അല്ല 3 2 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ B32 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, സോ ആർ ഇൻറ്റു അഡ്ജോയിന്റ് എന്ത് വരും, അവിടുത്തെ അഡ്ജോയിന്റ് എന്ന് പറയുമ്പോഴത്തേന് മൈനസ് ഓഫ് ആൽഫ -3 ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് എ വരുമ്പോൾ മൈനസ് ഓഫ് ആൽഫ പ്ലസ് 2 വരും. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈക്വൽ ടു -3/2 ആറാണ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് സിംപ്ലിഫൈ ചെയ്ത് 6 കട്ടായി പോയി. ദെൻ അതിനെ അറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 - ആൽഫ/2 പ്ലസ് ആൽഫ ഈക്വൽ ടു 3/2 എന്ന് കിട്ടും. ഇവിടുന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടും, 0 കിട്ടും. ഇനി നിങ്ങൾക്കറിയാം ഡിറ്റർമിനന്റ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി ആണ്. ആൽഫ 0 ആയ സ്ഥിതിക്ക് ഇവിടെ ഡിറ്റർമിനന്റിന് എ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം, 0 -2, അതായത് 0 + 2 ഓഫ് അല്ല മൈനസ് ഓഫ് 0 + 2 എന്ന് വരും. സോ -2 ആണ് എന്ത് വരുന്നത്, ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിനന്റ് എ ബി ഈക്വൽ ടു എത്ര കിട്ടും, -2 ഇൻറ്റു ഡിറ്റർമിനന്റ് ബി എന്ന് വരും. അത് നമുക്ക് എത്രയാണ്, R³ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിനന്റ് ബി സ്ക്വയർ നമുക്ക് ഇതിനകത്ത് ഡിറ്റർമിനന്റ് ബി നമുക്ക് എഴുതാം. ഡിറ്റർമിനന്റ് ബി ഈക്വൽ ടു R³ ബൈ -2 എന്ന് എഴുതാം. സോ ഡിറ്റർമിനന്റ് ബി സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും, R⁴ എന്ന് കിട്ടും. റെഡി അല്ലേ? അത് നമുക്ക് R⁵5 എന്ന് തന്നിട്ടുണ്ട്. ഇവിടുന്ന് ആറിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 4 കിട്ടി. ആറിന്റെ വാല്യൂ 4 കിട്ടിക്കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ബി നിങ്ങൾക്ക് കണ്ടുപിടിക്കത്തില്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ബി ഈക്വൽ ടു -32. ഞാൻ എല്ലാ സ്റ്റെപ്പും എഴുതുന്നില്ല, നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, റെഡി. ഇനി നമുക്ക് വേണ്ടത് എന്താ, ഫൈനലി അഡ്ജോയിന്റ് ഓഫ് എ ബിയുടെ
ഡിറ്റർമിനൻറ്റ് അതെന്ത് വരും ഡിറ്റർമിനൻറ്റ് എ ബി ഹോൾ സ്ക്വയർ വരും സോ അത് നമുക്ക് എന്താണ് ആർ ക്യൂബ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു ആർ ക്യൂബ് ഹോൾ സ്ക്വയർ ആണ് സോ അത് എത്രയാണ് 6/6 വരും ആറിൻ്റെ വാല്യൂ 4 ആണ് അതിന് നമ്മൾ 2ൻ്റെ പവറിൽ 2/2 ഹോൾ റൈസ് ടു 6 എന്ന് എഴുതുന്നു സോ 2/12 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ സോ നമ്മുടെ ആൻസർ എത്ര വന്നു 2/12 ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ക്ലിയർ ഇനി നമ്മൾ ആറാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് ലെറ്റ് എ ഈക്വൽ ടു എക്സ് 2y - 1y എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണ് ദെൻ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു 100 ആൽഫയാണ് ആൽഫ ബിലോങ്സ് ടു റിയൽ നമ്പർ ദെൻ ആൽഫ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്നാണ് നമ്മുടെ ചോദ്യം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് സോ എ ട്രാൻസ്പോസ് നമ്മൾ നോക്കുന്നു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് 2y - 1y സോ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു എ ഇൻറ്റു എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഒന്ന് എഴുതിക്കുക എന്ത് എക്സ് 2y - 1y ആണ് എ ട്രാൻസ്പോസ് പറഞ്ഞാൽ എക്സ് -1 2y ആണ് സോ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളിത് ഇത് ഈക്വൽ ടു എന്തിനോടാണ് പറഞ്ഞിരിക്കുന്നത് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താണ് പറയുന്നത് 100 ആൽഫയാണ് അല്ലേ 100 ആൽഫയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതൊന്ന് സോൾവ് ചെയ്തിടാം അപ്പോൾ എന്ത് കിട്ടും മെട്രിക്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ് പ്ലസ് 2y ഇൻറ്റു 2y അപ്പം 4y സ്ക്വയർ വരും സോ എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഈക്വൽ ടു എന്താണ് ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ് നമുക്ക് അതിൽ നിന്ന് ഇക്വേഷൻ എഴുതാം സോ എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഈക്വൽ ടു നമുക്ക് 1 എന്ന് എഴുതാം നെക്സ്റ്റ് എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തേ ഇത് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ഈക്വേറ്റ് ചെയ്തു ഇനി ഇത് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്തേ അപ്പോൾ എന്ത് കിട്ടും -x പ്ലസ് 2y സ്ക്വയർ ഈക്വൽ ടു എന്താണ് 0 സോ -x പ്ലസ് 2y സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും 0 എന്ന് കിട്ടും റെഡി അല്ലേ ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് നോക്കിക്കേ -x ദെൻ അത് പോട്ടെ അത് തന്നെ സെയിം വരും ദെൻ അടുത്തത് മൈനസ് ഇൻറ്റു -1 വരും 1 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആൽഫ അവിടെ നമുക്ക് ഒരു ഇക്വേഷൻ കൂടി കിട്ടി 1 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടി ആൽഫ എന്ന് കിട്ടി റെഡി ഗായ്സ് ക്ലിയർ ആവുന്നുണ്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാം നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് 4y ഈക്വൽ ടു 1 ആണ് റെഡി അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും ഈ എക്സിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുണ്ട് സോ ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു 2y സ്ക്വയർ എന്ന് കിട്ടും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ എക്സ് സ്ക്വയറിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് 2y സ്ക്വയർ ഹോൾ സ്ക്വയർ ഞാൻ കൊടുക്കാൻ പോവാം എക്സിന് പകരം എന്ത് ചെയ്യുന്നുണ്ട് 2y സ്ക്വയർ എന്ന് കൊടുക്കാൻ പോവാം സോ ഈ ഇക്വേഷനകത്തുനിന്ന് ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ് ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ് ഈ ഇക്വേഷൻ നമ്പർ 2 നിന്ന് നമുക്ക് കിട്ടിയതാണ് എന്ത് ഇത് ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 2 തന്നെ ഞാൻ കൊടുക്കുന്നു ഇതിനെ ഞാൻ ഈ ഇക്വേഷൻ നമ്പർ 2 എവിടെ കൊടുക്കുന്നു 2 in 1 കൊടുക്കുന്നു സോ 2y സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് എഴുതുന്നു ഞാൻ ഓക്കെ അപ്പോൾ എനിക്ക് എന്ത് കിട്ടി 4y⁴ പ്ലസ് 4y സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 ദെൻ ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വൈക്ക് ഞാൻ എന്ത് കൊടുക്കുന്നു വൈ സ്ക്വയറിന് ഞാൻ ടീന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതെനിക്ക് 4t സ്ക്വയർ പ്ലസ് 4t മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പ്രകാരം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് റൂട്ട്സ് കണ്ടുപിടിക്കുകയാണ് സോ ടിയുടെ വാല്യൂ എനിക്ക് എന്ത് കിട്ടും ടി ഈക്വൽ ടു -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് 4 സ്ക്വയർ 16 ആണ് -4 ഇൻറ്റു 4 ഇൻറ്റു -1 സോ പ്ലസ് 16 വരും ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4 8 വരും ഓക്കെ സോ ടിയുടെ വാല്യൂ എന്ത് കിട്ടും -4 പ്ലസ് ഓർ മൈനസ് 16 ഓക്കെ നമുക്ക് 4√2 എന്ന് എഴുതാം ഡിവൈഡ് ബൈ 8 ഇതിനകത്ത് നമുക്ക് കോമൺ ആയിട്ട് ഒരു 4 പുറത്തേക്ക് എടുക്കാം സോ നമുക്ക് എന്ത് കിട്ടും -1 പ്ലസ് ഓർ മൈനസ് √2 ഡിവൈഡ് ബൈ 2 എന്ന് നമുക്ക് കിട്ടും സോ ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വൈ സ്ക്വയർ ആണ് സോ വൈ സ്ക്വയറിൻ്റെ വില ഇപ്പോൾ നമുക്ക് എത്ര കിട്ടി -1 പ്ലസ് ഓർ മൈനസ് √2 ബൈ 2 എന്ന് കിട്ടി ഇവിടെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് ആൽഫ പ്ലസ് വൈ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പറയുന്നത് മനസ്സിലായോ ആൽഫ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം റെഡി അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി വൈ സ്ക്വയർ നമുക്ക് കിട്ടി ഇപ്പോൾ -1 പ്ലസ് ഓർ മൈനസ് √2 പ്ലസ് 2 എന്ന് നമുക്ക് കിട്ടി റെഡി അല്ലേ ക്ലിയർ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി പോസിറ്റീവ് വാല്യൂ ആയ -1 പ്ലസ് √2 ബൈ 2 ആണ് നമ്മൾ വാല്യൂ എടുക്കേണ്ടത് ക്ലിയർ ആണല്ലോ റെഡി അപ്പോൾ നമുക്ക് എന്ത് കിട്ടാം വൈ സ്ക്വയർ ഈക്വൽ ടു -1 പോസിറ്റീവ് വാല്യൂ വരേണ്ടത് അപ്പോൾ -1 √2 ബൈ 2 ആ വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ ഓക്കെ നെഗറ്റീവ് വാല്യൂ നമ്മൾ എടുക്കണമല്ലോ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ അല്ലേ വരുന്നത് സോ നമ്മളത് എടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം നെക്സ്റ്റ് അടുത്തതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടത് ആൽഫ പ്ലസ് വൈ സ്ക്വയർ ആണ് വേണ്ടത് അല്ലേ അപ്പം ആൽഫ എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ആൽഫ ഈക്വൽ ടു 1 പ്ലസ് വൈ സ്ക്വയർ നമ്മൾ ഓൾറെഡി നമ്മുടെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ പ്രൊഡക്റ്റ് എടുത്തപ്പം സോ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്
1 പ്ലസ് വൈ സ്ക്വയർ എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്, പ്ലസ് വൈ സ്ക്വയർ. സോ നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് 2 വൈ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. റെഡി അല്ലേ? 1 പ്ലസ് വൈ സ്ക്വയറിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? -1 പ്ലസ് √2/2 ഇൻറ്റു 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം 2ഉം നമ്മുടെ കയ്യിൽ ക്യാൻസൽ ആയി പോകും. ദെൻ നമ്മുടെ കയ്യിലുള്ളത് -1 പ്ലസ് √2 ആണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫൈനൽ ആൻസർ 1 1 പ്ലസ് √2 എന്ന് വരും. സോ ദ ഫൈനൽ ആൻസർ 1 1 പോയാൽ √2 നമുക്ക് കിട്ടും. സിംപ്ലിഫിക്കേഷൻ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങളൊന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈസി ആയിട്ട് നമ്മുടെ ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി √2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. റെഡി? ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഫോർ സം c less than 0 the quadratic equation 2cx square minus 2 then 2c minus 1x plus 3c square equal to 0 has two distinct real roots 1 by and 1 by b. 1 by a യും 1 by b ആണ് ഈ quadratic equation റൂട്ട്സ് എന്ന് തന്നിട്ടുണ്ട്. then the value of the determinants കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ മക്കൾ, റെഡി അല്ലേ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട്സിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ ഈ ഡിറ്റർമിനന്റ് വാല്യൂവിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. റെഡി? ഇപ്പൊ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് എഴുതിയാലോ? നോക്കിക്കേ, ഇവിടെ ഞാൻ ഡയറക്റ്റ് എങ്ങനെ ചെയ്യുകയാണ്. സെപ്പറേറ്റ് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്ത് 0 0 ഒന്നും ആക്കാനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് നമ്മുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. സോ 1 പ്ലസ് എ ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം? 1 പ്ലസ് ബി then 1 plus c then -1. ഡിറ്റർമിനന്റ് നോർമൽ ഡി തന്നെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. സോ -1 ഇൻറ്റു സിംപ്ലിഫൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, സിംപ്ലിഫൈ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. സോ 1 പ്ലസ് സി -1 വരും, then പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് ബി തന്നെ വരും. റെഡി? സോ ഇതൊന്നുകൂടെ തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സോ 1 പ്ലസ് എ വരും, then ഇത് സിംപ്ലിഫൈ ചെയ്താൽ ബി പ്ലസ് സി പ്ലസ് ബി സി എന്ന് വരും, then ഇത് മൈനസ് സി മൈനസ് ബി എന്ന് വരും. ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാം നമുക്ക്. സോ ബി പ്ലസ് സി വരും, പിന്നെ നമുക്ക് ബി സി വരും, പിന്നെ നമുക്ക് എ ബി വരും, പിന്നെ നമുക്ക് എ സി വരും, പിന്നെ നമുക്ക് എ ബി സി വരും, ദെൻ മൈനസ് സി മൈനസ് ബി വരും. റെഡി? അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഒന്നും കൂടി ഇവനെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ഡിറ്റർമിനന്റ് ഈക്വൽ ടു എ ബി പ്ലസ് ബി സി പ്ലസ് സി എ പ്ലസ് എ ബി സി. ഇത്രയാണ് നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂ കിട്ടുന്നത്. നമുക്കറിയാം 1 ബൈ എയും 1 ബൈ ബിയും ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട്സ് ആണെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? സം ഓഫ് ദി റൂട്ട്സ് എഴുതാം. 1 ബൈ എ പ്ലസ് 1 ബൈ ബി. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സം ഓഫ് ദി റൂട്ട്സ് നോക്കിക്കേ. -2 ഇൻറ്റു 2c മൈനസ് 1 ബൈ 2c. ഇതാണ് സം. അപ്പം 2 ഇൻറ്റു 2c മൈനസ് 1 ഡിവൈഡ് ബൈ 2c ആണ് സം. ഇനി പ്രൊഡക്റ്റ് നമുക്ക് എഴുതിയാലോ? പ്രൊഡക്റ്റ് ചെയ്യുന്നതിന് നമുക്ക് ക്രോസ് ചെയ്യാം. ഇത് a പ്ലസ് ബി ബൈ എ ബി ഈക്വൽ ടു എന്ത് വരും? 2c മൈനസ് 1 ഡിവൈഡ് ബൈ c എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എഴുതാം. 1 ബൈ ബി ഇൻറ്റു 1 ബൈ എ ഇൻറ്റു 1 ബൈ ബി. പ്രൊഡക്റ്റ് വരുമ്പോൾ എങ്ങനെ വരും? 3c സ്ക്വയർ ഡിവൈഡ് ബൈ 2c എന്ന് വരും. ഓക്കെ, 3c സ്ക്വയർ ഡിവൈഡ് ബൈ 2c എന്ന് വരും. അത് നമുക്ക് എത്ര കിട്ടും? 3c ബൈ 2 എന്ന് കിട്ടും. റെഡിയാണോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റെഡി? ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് സിംപ്ലിഫിക്കേഷൻ നമുക്ക് ബാക്കിയുണ്ട്. നമുക്ക് അതും കൂടെ എന്ത് ചെയ്യാം? നമുക്ക് 1 ബൈ നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂവിനാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിറ്റർമിനന്റ് നമുക്കിപ്പം എ ബി ബി സി ദെൻ എ സി എ ബി സി അല്ലെ? നമുക്കൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ കിട്ടും? കോമൺ ആയിട്ടുള്ളതിനെ മാത്രം ഒന്ന് പുറത്തെടുക്കുക. എ ബി സി ഉണ്ട്, ദെൻ എ ബി അവിടെ സെപ്പറേറ്റ് ഉള്ളതാണ്, ദെൻ സീനെ കോമൺ ആക്കിയാൽ നമുക്ക് എ പ്ലസ് ബി വരും, ദെൻ എ ബി സി വേണം. ഈ 3 വാല്യൂസ് നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും. സോ ഇവിടെ 1 ബൈ എ ബി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 ബൈ എ ബി എന്ന് പറയുന്നത് 3c ബൈ 2 ആണ്. സോ എ ബി നമുക്ക് എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ എടുത്താൽ മതി. 2 ബൈ 3c കിട്ടും. സോ എ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇപ്പം 2 ബൈ 3c കിട്ടി. ഇനി എ ബി സി, എ ബിയുടെ വാല്യൂ ഉണ്ടെങ്കിൽ ഒരു സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ ബി സിയും കിട്ടും. സോ എ ബി സി കണ്ടുപിടിക്കാം. എ ബി സി എന്ന് പറഞ്ഞാൽ 2 ബൈ 3c ഇൻറ്റു സി വരും. സോ സിയും സിയും കട്ട് ചെയ്ത് പോയാൽ 2 ബൈ 3 കിട്ടും. ഇനി നമുക്ക് എന്തിന്റെ വാല്യൂ മതി? ഇതിന്റെ വാല്യൂ. സോ എ പ്ലസ് ബിയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. എ പ്ലസ് ബി നോക്കിക്കും. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? എ പ്ലസ് ബി ഈക്വൽ ടു 2c മൈനസ് 1 ബൈ സി ഇൻറ്റു എ ബി എന്ന് കൊടുക്കുന്നു. ഓക്കെ, എ ബി സി അല്ലെ? എ ബി. സോ എ ബിയുടെ വാല്യൂ നമുക്ക് ഇപ്പൊ കിട്ടി. എത്രയാണ്? 2 ഇൻറ്റു 3c. ഓക്കെ, 2 ബൈ 3c. സോ 2c മൈനസ് 1 ബൈ സി ഇൻറ്റു നമുക്ക് എത്ര കിട്ടും? 2 ബൈ 3c എന്ന് കിട്ടും. പറയുന്നത് മനസ്സിലായോ? റെഡി? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ വാല്യൂസ് എല്ലാം ഇതിനകത്തോട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പറയുന്നത് മനസ്സിലായോ? സോ എ പ്ലസ് ബി കിട്ടിയിട്ടുള്ളൂ. എ പ്ലസ് ബി ഇൻറ്റു സി വേണം നമുക്ക്. സോ ഇൻറ്റു സിയും കൂടെ നമ്മൾ ചെയ്യണം ഇവിടെ. അപ്പം എ പ്ലസ് ബി ഇൻറ്റു സി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 2c മൈനസ് 1 ബൈ സി വരും, ദെൻ 2 ബൈ
3 വരും. ഓക്കെ, 2/3 വരും. ആ സി അങ്ങ് കട്ട് ചെയ്ത് പോകും. ഓക്കെ, നമുക്ക് ഇത്രയും വാല്യൂസ് കിട്ടി. നമ്മൾ നേരെ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു വെച്ചാൽ മതി. നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഡെൽറ്റ ഈക്വൽ ടു വാല്യൂ 2/3c പ്ലസ് 2/3 ഇൻറ്റു 2c മൈനസ് 1/c പ്ലസ് 2/3 എന്ന് വരും. സോ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് 6/3 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ 2 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ മക്കളെ ഇതിന്റെ ആൻസർ. റെഡി? ഇനി നമ്മൾ എട്ടാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞത്, ലെറ്റ് എ ബി എ 2/2 മെട്രിക്സ് അല്ലെ, 2/2 മെട്രിക്സ് ആണ്, സച്ച് ദാറ്റ് 3a² + 6a - 4i = 0. ദെൻ എ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് a + i എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ഇക്വേഷൻ 3a² + 6a - 4i = 0 ആണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നു. ഈ 4i ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നു. സോ 3a² + 6a = 4i എന്ന് വരുന്നത്. നമുക്ക് വേണ്ടത് a + iയുടെ ഒരു വാല്യൂ, ഡിറ്റർമിനന്റിന്റെ ഒരു വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. റെഡി? ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 3നെ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. സോ നമുക്ക് എന്ത് കിട്ടും, a² + 2a = 4i എന്ന് കിട്ടും. സോ a² + 2a = 4/3i എന്നാണ് നമുക്ക് കിട്ടുന്നത്. റെഡി അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, ഇവിടെ ഒന്ന് നോക്കിക്കേ, a² + 2a, അതിന് നമുക്കൊരു നമ്മുടെ ഓൾജിബ്രാക് എക്സ്പ്രഷൻ a + b ഹോൾ സ്ക്വയർ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, a + i കിട്ടണം അല്ലേ, കിട്ടണം. അപ്പം നമുക്ക് എന്ത് കിട്ടും, a + i ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു i ആഡ് ചെയ്യണം, ഇവിടെ ഒരു i നമ്മൾ ആഡ് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും, a² + 2a + i ഞാൻ ആഡ് ചെയ്തു, അപ്പുറത്തും നമ്മൾ എന്ത് ചെയ്യണം, ഒരു i ഞാൻ ആഡ് ചെയ്യുന്നു. സോ എനിക്കിപ്പോൾ ഇതിന് എന്ത് കിട്ടും, ഇത് a + i ഹോൾ സ്ക്വയർ എന്ന് എനിക്ക് എഴുതാം. ഇത് നമുക്ക് 7/3i എന്ന് കിട്ടും. റെഡി? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഡിറ്റർമിനന്റ് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അല്ലെ. ഡിറ്റർമിനന്റ് അപ്ലൈ ചെയ്ത് അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് a + i ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ ഡിറ്റർമിനന്റ് അപ്ലൈ ചെയ്താൽ എന്ത് വരും, ഡിറ്റർമിനന്റ് 7/3i ഞാൻ അപ്ലൈ ചെയ്തു. പ്രോപ്പർട്ടി അറിയാം, ഡിറ്റർമിനന്റ് k × a, k റൈസ് ടു n × ഡിറ്റർമിനന്റ് i. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡിറ്റർമിനന്റ് a + i ഹോൾ സ്ക്വയർ = 7/3 ഹോൾ റൈസ് ടു n. ഇവിടെ എത്രയാണ് നമ്മുടെ സോറി k × i അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വന്നിരിക്കുന്നത്, ഇവിടെ നമുക്ക് 7/3, നമ്മുടെ ഇവിടുത്തെ ഓർഡർ എത്രയാണ്, നമുക്ക് 2 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ ഓർഡർ നമുക്ക് എത്ര വരുന്നത്, 2 ആണ് വരുന്നത്. ദെൻ ഡിറ്റർമിനന്റ് ഐയുടെ വാല്യൂ എത്രയാണ്, 1 ആണ് വരുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, a + i എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് വാല്യൂ അല്ലേ വരുന്നത്. അപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ ആയതുകൊണ്ട് നമ്മുടെ ഈ വാല്യൂ ± 7/3 ആവാനാണ് സാധ്യത അല്ലേ, ± 7/3 ആകാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ആൻസർ എത്ര പറയാൻ പറ്റും, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ± 7/3 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ ഒന്നെങ്കിൽ +7/3 അല്ലെങ്കിൽ -7/3, ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ ആണ് നമുക്ക് വരേണ്ടത്. സോ ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്, -7/3 ആണുള്ളത്. സോ ആൻസർ ബി ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി? ഇനി നമ്മൾ 9ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്, അപ്പോൾ ഈ ഫംഗ്ഷൻ 1, 1, 2 ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് അറിയാം. അപ്പോൾ 1, 1, 2 ചെക്ക് ചെയ്യണമെങ്കിൽ 1, 1 ആദ്യം ചെക്ക് ചെയ്യണമെങ്കിൽ f(x1) = f(x2) എന്ന് പറയുന്നത് ഇംപ്ലൈസ് x1 = x2 നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാം. അപ്പം x1 + 2 / x1 - 1 = നമുക്ക് എന്ത് ചെയ്യണം, x2 + 2 / x2 - 1. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. സോ നമുക്ക് എന്ത് കിട്ടും, x1 + 2 × x2 - 1 = x2 + 2 × x1 - 1. അങ്ങോട്ട് ക്രോസ് ചെയ്താൽ ഇത് x1 x2 വരും, ദെൻ -x1 വരും, ദെൻ പ്ലസ് x2 2x2 വരും, ദെൻ -2 വരും. ഇതോ x1 x2 വരും, -x2 വരും, പ്ലസ് 2x1 വരും, -2 വരും. സോ x1 x2 പോയി, -2 പോയി. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് എന്താണ്, നമുക്ക് -x1 + 2x2 = -x2 + 2x1 ആണ്. സോ x1 എല്ലാം ഒന്നിച്ച് കൊണ്ടുവരുന്നു. x1 -2x1 വരും. സോ ഇവിടെ -x2, ഇങ്ങോട്ട് വരുന്നത് -2x2 വരും. ഓക്കെ, സോ ഇവിടെ -3x1 വരും, ഇവിടെ -3x2 വരും. ഓക്കെ, സോ -3 പോയാൽ x1 = x2 എന്ന് തോന്നുന്നു. സോ ഇതെന്താണ്,
ഇത് 1 1 ആവുന്ന കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ഓൺ ടു ചെക്ക് ചെയ്യണം. നമുക്കറിയാം എന്താ y ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ കൊടുക്കുന്നു. y ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 വരുന്നു. ക്രോസ് ചെയ്യുന്നു. സോ എക്സ് വൈ മൈനസ് വൈ then x plus 2 x ന്റെ ടൈമെല്ലാം നമ്മൾ ഒന്നിച്ച് കൊണ്ടുവരുന്നു. then അവിടെ y plus 2 പോകും. x കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ y minus 1 വരും. സോ y plus 2 വരും. സോ x ഈക്വൽ ടു y plus 2 ഡിവൈഡ് ബൈ y minus 1 വരും. മക്കളെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരിക്കലും y എന്ത് വരാൻ പാടില്ല, അവിടെ ആ y minus 1 ഒരിക്കലും എന്ത് വരാൻ പാടില്ല, 0 വരാൻ പാടില്ല. സോ നമ്മുടെ റേഞ്ച് എന്ത് വരും, y minus 1 ഗ്രേറ്റർ ദാൻ 0 വരാവുള്ളൂ. സോ y വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം വരുന്നത്. y ഒരിക്കലും 1 വരാൻ പാടില്ല. 1 വന്നാൽ എന്താവും, 0 ആയി പോകും. പക്ഷെ നമ്മുടെ ഇവിടെ കോഡൊമൈൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ക്ലോസ്ഡ് ഇന്റർവെൽ 1 to infinity 1 ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ കോഡൊമൈനില്. പക്ഷെ റേഞ്ച് എന്തേ വരത്തുള്ളൂ, റേഞ്ചിൽ 1 ഒരിക്കലും വരത്തില്ല. റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 to infinity വരുള്ളൂ. അപ്പൊ ഒരിക്കലും നമ്മുടെ റേഞ്ചും കോഡൊമൈനും എന്താണ്, ഈക്വൽ അല്ല. സോ ഇതെന്താണ്, നോട്ട് ഓൺ ടു. ഇതെന്താണ്, ഓൺ ടു അല്ല. സോ ദിസ് ഫംഗ്ഷൻ ഈസ് 1 1 ബട്ട് നോട്ട് ഓൺ ടു അല്ലെ. അപ്പൊ ഓപ്ഷൻ എഫ് ഈസ് 1 1 ബട്ട് നോട്ട് ഓൺ ടു എന്നാണ് നമ്മുടെ ആൻസർ. ഇനി നമ്മൾ 10ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ 5 എഫ് ഓഫ് എക്സ് പ്ലസ് 3 എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 5 വേർ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഒരു സെറ്റ് എസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1/x ആണ് തന്നിരിക്കുന്നത്. ദെൻ എസിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഞാൻ അതുപോലെ എഴുതുകയാണ്. നോക്കിക്കേ, എന്താണ് 5 എഫ് ഓഫ് എക്സ് പ്ലസ് 3 എഫ് ഓഫ് മൈനസ് എക്സ് ദെൻ 2x മൈനസ് 5. ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എഫ് ഓഫ് മൈനസ് എക്സ് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് എന്താ വരുന്നത്, 5 ഇൻറ്റു എഫ് ഓഫ് മൈനസ് എക്സ് ഇവിടെ വന്നു. ദെൻ 3 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇവിടെ വരും. ദെൻ നെക്സ്റ്റോ എക്സിന് സ്ഥാനത്ത് മൈനസ് കൊടുത്തു. സോ മൈനസ് 2x മൈനസ് 5. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ രണ്ട് ഇക്വേഷൻസ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അറേഞ്ച് ചെയ്യുന്നു. അപ്പം 5 എഫ് ഓഫ് എക്സ് ദെൻ 3 എഫ് ഓഫ് എക്സിൻ്റെ ടൈമെല്ലാം ഒന്നിച്ച് എഴുതി. ദെൻ 3 എഫ് ഓഫ് മൈനസ് എക്സ്, അതുപോലെ തന്നെ ഇവിടെ പ്ലസ് 5 എഫ് ഓഫ് മൈനസ് എക്സ്, ദെൻ ഇവിടെ എന്താണ് 2x മൈനസ് 5, ദെൻ മൈനസ് 2x മൈനസ് 5. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇവിടെ രണ്ടും ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞെങ്കിൽ ഇവർ രണ്ടുപേരും സെയിം ആകണം. സോ ഇതിനെ ഞാൻ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട്, ഈ ഇക്വേഷൻ ഞാൻ 3 വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ സ്റ്റെപ്പ് ഒന്നും എഴുതുന്നില്ല, ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് ഞാൻ ആഡ് ചെയ്യുവാണ്. സോ ഇവിടെ നമുക്ക് 25 വരും. ദെൻ ഇവിടെ എന്താണ് സബ്ട്രാക്ട് ചെയ്യുക നമ്മൾ ചെയ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേന് ഇവിടെ നമുക്ക് 16 വരും. ദെൻ ഇവിടെ നമുക്ക് എത്ര 25, ദെൻ ഇവിടെ നമുക്ക് 9 വരും. സോ 25 മൈനസ് 9 16 വരും. സോ നമ്മൾ ചെയ്യുമ്പോഴത്തേന് എത്ര കിട്ടും, 16 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അത് ചെയ്യുമ്പോഴത്തേന് 5 ഇൻറ്റു 2x മൈനസ് 5 ദെൻ മൈനസ് 3 ഇൻറ്റു മൈനസ് 2x മൈനസ് 5 നമ്മളത് സബ്ട്രാക്ട് ചെയ്തു. റെഡി. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, അത് ഓപ്പൺ ചെയ്യുക. 16 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേന് 16 എഫ് എക്സ് മൈനസ് 10 എന്ന് കിട്ടും. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 16 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് 5/8 എന്ന് കിട്ടും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1/x എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റിനകത്ത് തന്നിരിക്കുന്നത് അല്ലെ, കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് എക്സ് മൈനസ് 5/8 ആണെങ്കിൽ എഫ് ഓഫ് 1/x നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് 1/x എന്ന് പറഞ്ഞാൽ 1/x മൈനസ് 5/8. ഇത് രണ്ടും എന്താണ്, ഈക്വൽ ആണ് പറയുന്നത്. എക്സ് മൈനസ് 5/8ഉം 1/x മൈനസ് 5/8 എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാകാം, എക്സ് സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 1 എന്ന് കിട്ടും. നിങ്ങൾ അത് ഇക്വേറ്റ് ചെയ്ത. സോ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും, പ്ലസ് ഓർ മൈനസ് 1 എന്ന് കിട്ടും. നമുക്ക് 2 വാല്യൂ ആണ് എക്സിന് കിട്ടുന്നത്. സോ എന്താണ് ആൻസർ വരുന്നത്, കണ്ടെയ്ൻസ് എക്സാക്ട്ലി 2 എലമെന്റ്സ് എന്നായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ. ഇനി നമ്മൾ 11ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 11ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. ദെൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്, 1 പ്ലസ് എക്സ് മോഡ് എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. ദെൻ ലെറ്റ് സിഗ്നം ഫംഗ്ഷൻ നമുക്ക് എന്താണെന്ന് തന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷനിൽ ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ഒന്ന് നോക്കാം. ഈ ഫംഗ്ഷൻ ഞാൻ ആദ്യം തൽക്കാലം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മോഡ് എക്സ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. 1 ഞാൻ ഇവിടെ ഇപ്പോൾ എടുക്കുന്നില്ല. 1 ഒരു യൂണിറ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എക്സ് മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫംഗ്ഷൻ എന്താണ്, എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0 ആണെന്ന് നമുക്കറിയാം. റെഡി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്തൊക്കെ വരാം, എക്സ് സ്ക്വയറും വരും, അതുപോലെ തന്നെ നമുക്ക് എന്ത് വരും, മൈനസ് എക്സ് സ്ക്വയറും വരും അല്ലേ. നമ്മുടെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് എങ്ങനെ കിട്ടും, നമ്മുടെ ഗ്രാഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും, ദെൻ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, ഇത് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്, ഇത് വൈ ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ വരും. റെഡി അല്ലേ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇത് 1 ആണ് അല്ലേ, നമുക്കറിയാം ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണ്, ഇൻവേർട്ടിബിൾ ആണെങ്കിൽ 1 ഓൺ 2 ആണ്, എന്തായാലും ഇതെന്താണ് 1 ഓൺ 2 ആയിട്ട് നമുക്ക് കിട്ടും. ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ എഫ് ഇൻവേഴ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഇൻവേഴ്സ് എഴുതുന്നു. ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫസ്റ്റിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്, ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ഓഫ് ദിസ് അല്ലേ, ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടാൻ പോകുന്നത്, സോ റൂട്ട് അല്ലേ, റൂട്ട് ഓഫ് മൈനസ് എക്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത് കിട്ടുന്നത് അല്ലേ, സോറി റൂട്ട് എക്സ് വരുന്നത്. ഓക്കെ സോറി റൂട്ട് എക്സ് വരും, റൂട്ട് എക്സ് വൈ ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് വരും. ഇൻവേഴ്സ് വരുമ്പോഴത്തേന് റൂട്ട് എക്സ് ആയിരിക്കും വരുന്നത്, വൈ ഈക്വൽ ടു റൂട്ട് എക്സ് വരും. ദെൻ അടുത്തത് എടുത്താലോ വൈ ഈക്വൽ ടു മൈനസ് ഓഫ് റൂട്ട് മൈനസ് എക്സ് വരും, ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ അല്ലേ. ഇതാണ് നമുക്ക് ഫംഗ്ഷൻ വരുന്നത്. ദെൻ അതിൻ്റെ ഇൻവേഴ്സ് ഞാൻ എടുത്തു, അപ്പോൾ എന്ത് കിട്ടി, എനിക്ക് റൂട്ട് എക്സും മൈനസ് ഓഫ് മൈനസ് റൂട്ട് എക്സും കിട്ടി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഞാൻ ക്ലബ് ചെയ്ത് ഒന്നിച്ച് എഴുതുവാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, യെസ് റൂട്ട് എക്സ് മോഡ് എക്സ് എന്ന് ഞാൻ എഴുതും. പറയുന്നത് മനസ്സിലായോ, റൂട്ട് എക്സ് മോഡ് എക്സ് എന്ന് വന്നു. റെഡി ഗായ്സ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയാൽ ഇവിടെ പ്ലസ് ഓർ മൈനസ് വന്നിട്ടുണ്ട്. സോ പ്ലസ്, അതായത് നമ്മൾ സിഗ്നം ഫംഗ്ഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ +1 ദെൻ -1, +1 -1. സോ അതാണ് പ്ലസ് ഓർ മൈനസ് വന്നിരിക്കുന്നത്. സിഗ്നം ഫംഗ്ഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ എന്ത് കിട്ടും നമുക്ക്, y ഈക്വൽ ടു സിഗ്നം ഓഫ് എക്സ് ദെൻ എന്ത് വരും, റൂട്ട് ഓഫ് മോഡ് എക്സ് എന്ന് വരും. പക്ഷെ നമുക്കിവിടെ എന്താണ്, ഒരു യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്ത കഥ നമ്മൾ വിട്ടിട്ടുണ്ട്, ആ ഷിഫ്റ്റ് ചെയ്ത കേസും കൂടെ നമ്മളിവിടെ കൊടുക്കണം. സോ നമുക്ക് എന്ത് കിട്ടും, സിഗ്നം ഓഫ് എക്സ് -1 വരും. ദെൻ അതേപോലെ തന്നെ നമ്മൾ ഈ റൂട്ടിനകത്ത് എന്ത് ചെയ്യണം, മോഡ് ഓഫ് എക്സ് -1 കൊടുക്കണം. സോ ഇതാണ് നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ. ഇനി നമ്മൾ 12ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 12ാമത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. ലെറ്റ് എഫ് എന്ന് പറയുന്നത് r-4 ടു r-1ലേക്ക് ഡിഫൈൻ ചെയ്യുന്നു. ജി എന്ന് പറഞ്ഞാൽ r-r ഡിഫൈൻ ചെയ്തിരിക്കുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x/x-4 ആൻഡ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4x+3 ആണ്. നമുക്ക് വേണ്ടത് എഫ് ഓഫ് ജി ഹോൾ ഇൻവേഴ്സ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ജി ഓഫ് ആൽഫ ഡിവൈഡ് ബൈ എഫ് ഓഫ് ആൽഫ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഞാൻ എഫ് കോമ്പോസിഷൻ ഓഫ് ജി കണ്ടുപിടിക്കാൻ പോവാണ്, എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പോൾ എന്ത് വരും, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ എക്സിന്റെ സ്ഥാനത്ത് ജി ഓഫ് എക്സ് കിടക്കും. സോ എക്സിന്റെ സ്ഥാനത്ത് ജി ഓഫ് എക്സ് 4x/3 ഡിവൈഡഡ് ബൈ 4x+3/4, 4x+3 ഡിവൈഡഡ് ബൈ 4x+3 - 4. സോ നമുക്ക് എന്ത് കിട്ടും, ഇത് 4x+3 ഡിവൈഡഡ് ബൈ 4x -1 എന്ന് കിട്ടും. ഇതാണ് എന്ത് ഇപ്പൊ നമുക്ക് കിട്ടിയത്, എഫ് ഓഫ് ജി ഓഫ് എക്സ് കിട്ടിയത്. ഇനി നമുക്ക് എന്താ വേണ്ടത്, എഫ് ഓഫ് ജി ഓഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് ഓഫ് ജി ഓഫ് ഇൻവേഴ്സ് ആണ് ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനിപ്പോ നമുക്ക് y ഈക്വൽ ടു എന്ന് എഴുതാം അല്ലെ. y ഈക്വൽ ടു 4x+3 ഡിവൈഡഡ് ബൈ 4x -1 എന്ന് വരാം. ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ x ഈക്വൽ ടു നമ്മൾ എഴുതാൻ പോവാണ്. സോ എന്ത് വരും, 4xy മൈനസ് y ഈക്വൽ ടു 4x+3 വരും. സോ എക്സിന്റെ ടൈമെല്ലാം ഒന്നിച്ച് എഴുതുന്നു ഞാൻ. 4x ഇപ്പുറത്ത് കൊണ്ടിരുന്നു, ഇത് y+3 വരുന്നു. എക്സിനെ കോമൺ പുറത്തെടുക്കുന്നു. 4y - 4 ഈക്വൽ ടു y+3 വരുന്നു. സോ എക്സ് ഈക്വൽ ടു നമ്മൾ y+3 ഡിവൈഡ് ബൈ 4y - 4 എന്ന് എഴുതുന്നു. റെഡി ഗൈസ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതിപ്പം ഇത് കിട്ടി. ഇനി എഫ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. എഫ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് ആൽഫയാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, വൈക്ക് പകരം നമ്മൾ ആൽഫ ഇട്ട് കൊടുക്കുന്നു. സോ α+3 ഡിവൈഡ് ബൈ 4α - 4, ഇതിന്റെ വാല്യൂ നമുക്ക് 0 എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതിനെ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്താൽ ഇത് 0 ആയി പോകും. സോ α+3 ഈക്വൽ ടു 0 വരും. സോ ആൽഫയുടെ വാല്യൂ നമുക്ക് -3 വരും. അങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ജി ഓഫ് ആൽഫ ബൈ എഫ് ഓഫ് ആൽഫ കണ്ടുപിടിക്കണം. സോ ജി ഓഫ് ആൽഫ കണ്ടുപിടിച്ച് എന്താണ്, ജി ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സിന് പകരം ആൽഫ കൊടുക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. ജി ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, ജി ഓഫ് എക്സ് 4α+3 ആയിരുന്നു. എഫ് ഓഫ് ആൽഫ എന്തായിരുന്നു, എഫ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഡിവൈഡ് ബൈ ആൽഫ -4 ആണ്. ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് വേണം. ജി ഓഫ് ആൽഫ ബൈ എഫ് ഓഫ് ആൽഫയാണ് നമുക്ക് വേണ്ടത്. സോ 4α+3 ഡിവൈഡ് ബൈ ആൽഫ ബൈ ആൽഫ -4. ആൽഫയുടെ വാല്യൂ നമുക്കറിയാം -3 ആണ്. സോ -12+3 ഡിവൈഡ് ബൈ -3 ഡിവൈഡ് ബൈ -7 വരും. സോ ഇത് നമുക്ക് -9 -3 ഡിവൈഡ് ബൈ -7 വരും. സോ -9 ബൈ -3 ഇൻറ്റു -7 വരും. സോ ഇത് മൈനസ് പോയി 3 വരും. സോ
3 into -7, so -21 നമുക്ക് ആൻസർ കിട്ടും. So the answer is -21. Option B is the right answer. ഇനി നമ്മൾ 13ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്, if the roots of the quadratic equation x square plus 2px plus q equal to 0 are tan 30 degree and tan 15 degree, then respectively q-ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മളോട് പറയുന്നത് എന്താണ്, റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് ആണ് tan 30യും tan 15ഉം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ സം ഓഫ് ദി റൂട്ട്സും പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സും നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പം സം ഓഫ് ദി റൂട്ട്സ് എന്ന് എഴുതിക്കേരാ. സം ഓഫ് ദി റൂട്ട്സ് നമുക്ക് എങ്ങനെ എഴുതാം, സം ഓഫ് ദി റൂട്ട്സ് ഈക്വൽ ടു, നമുക്കറിയാം രണ്ട് റൂട്ട്സ് tan 30യും tan 15ഉമാണ്, അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് ഇക്വേഷനിൽ നിന്ന് സം ഓഫ് ദി റൂട്ട്സ് എങ്ങനെ എഴുതാം, -2p/1, സോ -2p വരും സം ഓഫ് ദി റൂട്ട്സ്. ഇനി പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എങ്ങനെ എഴുതാം, പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് tan 30 into tan 15 അല്ലേ, tan 15 പ്രൊഡക്റ്റ് എങ്ങനെ എഴുതാം നമുക്ക്, യെസ് q/1, c/a അല്ലേ, സോ നമുക്ക് എന്ത് കിട്ടും, q കിട്ടും. ദെൻ നമുക്കറിയാം tan 30, നമ്മുടെ കയ്യിൽ tan 30യും tan 15ഉമാണ്, സോ tan 30 plus 15 ഡിഗ്രി ഞാൻ എഴുതും. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, tan 30 plus tan 50 divided by 1 minus tan 30 into tan 15 എഴുതാം. റെഡി, നമുക്ക് തന്നിരിക്കുന്ന സാധനം വെച്ച് നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, ശ്രദ്ധിച്ചേ, tan 45 ഡിഗ്രി വരുവാണ് അല്ലെ. tan 45 ഡിഗ്രി ഈക്വൽ ടു ഇപ്പൊ എന്ത് കിട്ടി, -2p divided by then 1 minus q എന്ന് വരും. സോ 1 minus q വരും. tan 45 ഡിഗ്രി 1 ആണ്, സോ -2p divided by 1 minus q വരും. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, 1 minus q equal to -2p വരും. സോ q-ന്റെ വാല്യൂ നമുക്ക് എന്ത് വരും, 1 plus 2p എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 1 plus 2p ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത നമ്മൾ 14ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫോർ തീറ്റ നോട്ട് ഈക്വൽ ടു 0 ഇഫ് cos θ plus sec θ equal to 2 then cos raised to n θ plus sec raised to n θ is equal to എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാം. ഈ cos θ plus sec θ നെ ഞാൻ 1/cos θ എന്ന് എഴുതുന്നു. ദിസ് ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് cos square θ plus 1 ഈക്വൽ ടു 2 cos θ എന്ന് വരുന്നു. ഇപ്പൊ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ cos square θ minus 2 cos θ plus 1 എന്ന് വരുന്നു. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ നമുക്ക് കാണാമല്ലോ. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരണം, 1ഉം വരണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -2 വരണം. അപ്പൊ എന്ത് വരും, -1 into -1 അല്ലേ. സോ cos θയുടെ വാല്യൂ എന്ത് കിട്ടി, cos θ എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. -1 into -1, രണ്ടും -1 ആണ്. സോ cos θ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, cos θ -1 എന്നല്ല, cos θ -1 ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലെ. ദിസ് ഈക്വൽ ടു 0 വരും. ഇവിടുന്ന് cos θ നമുക്ക് എത്ര കിട്ടും, cos θ ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടും. cos θ 1 ആണെങ്കിൽ ഡെഫിനറ്റ്ലി sec θ എന്തായിരിക്കും, 1 ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, cos raised to n θ plus sec raised to n θ അല്ലെ. വളരെ എളുപ്പമല്ലേ മക്കളെ. അപ്പൊ cos θ 1 ആണ്, സോ 1 raised to n plus 1 raised to n. 1 raised to എന്ത് വന്നാലും ഏത് പവർ വന്നാലും 1 തന്നെയാണ്. സോ 1 plus 1 നമ്മുടെ ആൻസർ എത്ര വന്നു, 2 കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ 15ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ അല്ലെ. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ എന്തൊക്കെയാ, 3 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ 3 ഫംഗ്ഷന്റെ ഡൊമൈൻ നമ്മൾ നോക്കിയിട്ട് ഇന്റർസെക്ഷൻ നോക്കുക ചെയ്യുന്നത് അല്ലെ. ഫസ്റ്റ് ഫംഗ്ഷൻ റൂട്ട് 2x - 3. അപ്പൊ നമുക്കറിയാം റൂട്ടിനകത്ത് -0 വരാൻ പാടുള്ളൂ. 0യേക്കാൾ വലിയ നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ് വരാൻ പാടുള്ളൂ, നെഗറ്റീവ് നമ്പേഴ്സ് വരരുത്. അപ്പൊ നമുക്ക് എന്ത് വരും, 2x - 3 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ 2x എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, സോ greater than or equal to 3. Then x എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3/2. 3/2 ഗ്രേറ്റർ ആയിരിക്കണം. നെക്സ്റ്റ് sin x. നമുക്കറിയാം sin x ന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, x ബിലോങ്സ് ടു റിയൽ നമ്പർ, എല്ലാ റിയൽ നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഒരു പ്രശ്നമില്ല. ഇവിടെയോ റൂട്ട് x - 1. അപ്പൊ എന്താണ്, റൂട്ടിനകത്ത് ഗ്രേറ്റർ ദാൻ എന്താ വരാൻ പാടുള്ളൂ, 0യേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ വരാൻ പാടുള്ളൂ. അപ്പോൾ x - 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് മക്കളെ. അപ്പൊ നോക്കിക്കേ, ഇന്റർസെക്ഷൻ 3 എണ്ണത്തിന്റെ ഇന്റർസെക്ഷൻ നോക്കിക്കേ. ഒന്ന്, ഇത് x റിയൽ നമ്പർ, അപ്പൊ കുഴപ്പമില്ല. ഇത് x ഗ്രേറ്റർ ദാൻ 3/2. 3/2 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 3/2 എന്ന് പറഞ്ഞാൽ 3/2 1.5 ആണ്. ഇതോ x ഗ്രേറ്റർ ദാൻ 1. അപ്പൊ 1നേക്കാൾ നോക്കിക്കേ, നമ്പർ ലൈൻ വരച്ചാൽ ഇത് 1, ഇത് 1.5, പിന്നെ റിയൽ നമ്പർ. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ 1.5 ഉണ്ട് ദാ ഇങ്ങോട്ട്. അപ്പൊ നമ്മൾ ഇന്റർസെക്ഷൻ നോക്കുമ്പോൾ ഇവിടെ മുതലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ വാല്യൂ എന്ത് വരും, x ബിലോങ്സ് ടു 3/2 മുതൽ ഇൻഫിനിറ്റി വരെ ആയിരിക്കും നമ്മുടെ വാല്യൂ നിൽക്കുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. വളരെ എളുപ്പമുള്ള ചോദ്യം വരുന്നത്. ക്ലിയർ ആണല്ലോ.
ഇനി നമ്മൾ 16ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ 16ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. If for real p, the equation sin raised to 6x plus cos raised to 6x equal to p always has real solution, then the p lies in the interval. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് ഈ ഇക്വേഷന്റെ വാല്യൂ ഡയറക്റ്റ് അറിയാം അല്ലേ. എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? sin raised to 6x plus cos raised to 6x നെ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. എന്താണ്? 1 minus 3/4 sin square 2x എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത് ഈക്വൽ ടു പി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം സൈൻ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തിനൊക്കെ ബിറ്റ്വീൻ ആണ് നിൽക്കുന്നത്? 1നും -1നും ബിറ്റ്വീൻ ആണ്. 1നും -1നും ബിറ്റ്വീൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ സൈൻ 2x വാല്യൂ എന്ത് തന്നെയാണ്? 1നും -1നും ബിറ്റ്വീനേ നിൽക്കുള്ളൂ അല്ലെ. സൈൻ സ്ക്വയർ 2x ആണ് നമുക്കുള്ളത് അല്ലെ. സൈൻ സ്ക്വയർ 2x ആകുമ്പോൾ എന്ത് വരും? നമ്മുടെ -1 എന്തായി പോകും? +1 ആവും. സോ 0 ആയിരിക്കും നമ്മുടെ വാല്യൂ വരുന്നത്. റെഡി? നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കുന്ന അതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. ദെൻ നമുക്ക് എന്താണ് അടുത്തത്? ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ നോക്കിക്കേ, -3/4 ആണ് അടുത്ത് വന്നിരിക്കുന്നത്. സോ എന്താണ്? ഒരു -3/4 ആഡ് ചെയ്യുകയാണ്. സോ 0 -3/4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ്? 0 തന്നെ വരും. സോ -3/4 sin square 2x ഉണ്ട്. ഇവിടെ sin square 2x ഉണ്ട്. sin square 2x. then sin square 2x less than or equal to ഇവിടെ എന്ത് വരും? ഒരു -3/4 മൾട്ടിപ്ലൈ ചെയ്തു. then next നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത് 1 ആഡ് ചെയ്യും. നമ്മൾ ഇതിന്റെ കൂട്ടത്തില് 1 ആഡ് ചെയ്യുമ്പോൾ 1 വരും ഇവിടെ. then 1 minus 3/4 sin square 2x വരും. sin square 2x വരും. 2x then less than or equal to 1 minus 3/4. so അതെന്ത് വരും? 4 minus 3/4 that is equal to 1/4 വരും. so 1 less than or equal to 1 minus 3/4 sin square 2x എന്ന് പറഞ്ഞാൽ എന്തിന് ബിറ്റ്വീൻ നിൽക്കും? 1നും 1/4നും ബിറ്റ്വീൻ നിൽക്കും. അതായത് പിന്റെ വാല്യൂ എന്തിനൊക്കെ ബിറ്റ്വീൻ ആണ് നിൽക്കുന്നത്? 1/4നും 1നും ബിറ്റ്വീൻ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. റെഡി? ഇനി നമ്മൾ 17ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ 17ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. For theta belongs to 0 to pi/2, then alpha belongs to pi to 2pi and beta belongs to റിയൽ നമ്പർ തന്നിട്ടുണ്ട്. then the value of the determinants ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഡിറ്റർമിനന്റിനെ നോർമൽ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതാ നമ്മൾ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നോർമലി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യുക. എങ്ങനെയാണ്? cos 2 ആൽഫ അത് നമ്മൾ എടുത്തു, ഫസ്റ്റ് എലമെന്റ് എടുത്തു. then ഇത് രണ്ടുകൂടെ നമ്മൾ ക്രോസ് ചെയ്യുന്നു. sin theta into sin theta. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? sin square theta വരും. then minus cos square theta വരും. so cos square theta വരും. then minus cos alpha plus theta വരും. then അകത്ത് എന്ത് ചെയ്യും? sin alpha sin theta then beta cos alpha cos theta എന്ന് വരും. റെഡി? then next മൈനസ് ആണ് വരുന്നത്, പ്ലസ് വരുന്നത് മൈനസ് തന്നെ ഉള്ളതുകൊണ്ട് മൈനസ് ആൽഫ പ്ലസ് തീറ്റ വരും. then next അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനും മൈനസ് സൈൻ ആൽഫ കോസ് തീറ്റ പ്ലസ് ബീറ്റ കോസ് ആൽഫ സൈൻ തീറ്റ എന്ന് വരും. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് 1 ആയി പോകും. then ഇത് വരും. then ഇതിനകത്ത് നമ്മൾ സൈൻ ആൽഫ സൈൻ തീറ്റ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യണം അല്ലേ. സൈൻ എ സൈൻ ബി മൈനസ് കോസ് എ കോസ് ബി എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോർമുലാസ് അപ്ലൈ ചെയ്ത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ആൻസർ കിട്ടും. ആ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് കിട്ടാൻ പോകുന്നത് ഫൈനൽ ആൻസർ മാത്രമേ പറയുന്നുള്ളൂ, എല്ലാ സ്റ്റെപ്പും എഴുതുന്നില്ല. നിങ്ങൾ സിംപ്ലിഫൈ നോക്കിയാൽ മതി. സോ 1 പ്ലസ് ബീറ്റ കോസ് സ്ക്വയർ ആൽഫ എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് നോക്കിക്കേ, ഇതായിരിക്കും ഫൈനൽ ആൻസർ വരുന്നത്. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക. ഇതിന്റെ നമ്മുടെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് എല്ലാം ട്രിഗ്നോമെട്രിക് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സിംപ്ലിഫൈ ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. വേണമെങ്കിൽ ഇവിടെ ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഈ കോസ് ആൽഫ പ്ലസ് തീറ്റനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മാറ്റി സൈനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. അപ്പൊ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 1 പ്ലസ് ബീറ്റ കോസ് സ്ക്വയർ ആൽഫ എന്നായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ നോക്കിക്കേ, ഇവിടെ എന്താണ്? ഇവിടെ തീറ്റ വരുന്നുണ്ടോ ഇതിനകത്ത്? ഇല്ല. സോ നമ്മുടെ ആൻസർ എന്ത് വരും? ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് തീറ്റ എന്നായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ആൻസർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. then എന്ത് ചെയ്യാം? അപ്പൊ നോക്കുമ്പോൾ നമുക്ക് തീറ്റ ഇല്ല ഇതിനകത്ത്. സോ ദ ആൻസർ എന്താണ്? ടേം ഇൻഡിപെൻഡന്റ് ഓഫ് തീറ്റ എന്നായിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ? ഇനി നമ്മൾ 18ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ 2 sin x minus cos 2x equal to 1. then താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം ഇതിനെ. ഫസ്റ്റ് ഞാൻ തന്നിരിക്കുന്നത് 2 sin x minus cos 2x equal to 1 ൽ നിന്ന് നമുക്കിവിടെ ഓപ്ഷൻസ് കോസ് 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 സൈനസ് 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 സൈൻ ആയതുകൊണ്ട് ഞാൻ സൈൻ്റെ രീതിയിൽ ആദ്യം ഇതിനൊന്നും ചെയ്ത് നോക്കുകയാണ്. സോ 2 sin x equal to
1 പ്ലസ് കോസ് 2x അതിനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. നമുക്കറിയാം 2 sin x ഈക്വൽ ടു 1 പ്ലസ് കോസ് 2x എന്ന് പറഞ്ഞാൽ എന്താണ് 2 കോസ് സ്ക്വയർ എക്സ് ആണ്. 2ഉം 2ഉം കട്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട് sin x ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. കോസ് സ്ക്വയർ എക്സിനെ നമുക്ക് സൈൻ്റെ ടൈമിൽ എഴുതത്തില്ലേ? നമുക്കറിയാം sin സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ ഈക്വൽ ടു 1, കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് sin x ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്നുള്ള രീതിയിൽ എഴുതി. സോ ഇവിടെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും സൈൻ സ്ക്വയർ എക്സിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. സോ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എക്സ് മൈനസ് 1 ഈക്വൽ ടു നമുക്ക് 0 എന്ന് കിട്ടുക. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ കിട്ടി. സോ നമുക്ക് സൈൻ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കത്തില്ലേ? സൈൻ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 മൈനസ് 4 ഇൻറ്റു 8. സോ പ്ലസ് 4 വരും ഡിവൈഡ് ബൈ 2 വരും. സോ സൈൻ എക്സിന് നമുക്ക് രണ്ട് വാല്യൂ നമുക്ക് കിട്ടും. സോ മൈനസ് 1 പ്ലസ് റൂട്ട് 5 ഡിവൈഡ് ബൈ 2 എന്നൊരു വാല്യൂ വരും. അതുപോലെ തന്നെ സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് 1 മൈനസ് റൂട്ട് 5 ബൈ 2 എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ കൂടി കിട്ടും. റെഡി അല്ലേ? നമുക്കറിയാം സൈൻ എക്സിന്റെ വാല്യൂ തന്നെ മൈനസ് 1നും 1നും ബിറ്റ്വീൻ ആണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും അപ്പുറത്തോട്ട് പോകും. അപ്പൊ നമുക്ക് ഈ വാല്യൂ എടുക്കാൻ പറ്റത്തില്ല. സൈൻ എക്സിന്റെ വാല്യൂ മൈനസ് 1നും 1നും ബിറ്റ്വീൻ നിൽക്കുന്നത്. അപ്പൊ ഈ വാല്യൂ കിട്ടത്തില്ല. നമുക്ക് ഏത് വാല്യൂ സെറ്റ് ആവുള്ളൂ? ഈ വാല്യൂ മാത്രമേ അതിനുള്ളിൽ നിൽക്കുള്ളൂ. സോ ഇത് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇതായിരിക്കും കിട്ടുന്നത്. സോ സൈൻ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കണ്ടീഷൻ എന്താണ്? സൈൻ എക്സിന്റെ വാല്യൂ നമുക്കറിയാം അല്ലെ? നമ്മുടെ മൈനസ് 1നും 1നും ബിറ്റ്വീൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ആ വാല്യൂ ഇതിനപ്പുറം പോകും. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് റൂട്ട് 5 ബൈ 2 എന്ന് എടുത്തു കേട്ടോ. റെഡി? ഇനി നമുക്കറിയാം നമ്മൾ ഇപ്പൊ തന്നെ എഴുതിയ ഫോർമുല ഉണ്ട്. സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് സൈൻ എക്സ് എന്ന് ഞാൻ എഴുതുന്നു. ഞാൻ ഈ ഒരു പാറ്റേണിലേക്ക് ഞാൻ ആദ്യം ആക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് സൈൻ എക്സ് അത് എവിടെ നിന്ന് എടുത്തു? ഇവിടെ നിന്ന് തന്നെ നമ്മൾ എടുത്തതാണ്. റെഡി? അപ്പൊ സൈൻ എക്സിന്റെ വാല്യൂ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സൈൻ സ്ക്വയർ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 1 മൈനസ് സൈൻ എക്സിന്റെ വാല്യൂ ഇപ്പൊ എന്താ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് മൈനസ് 1 പ്ലസ് റൂട്ട് 5 ബൈ 2 എന്നാണ്. റെഡി? അപ്പൊ ഇതിനെ സോൾവ് ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? സൈൻ സ്ക്വയർ എക്സിന്റെ വാല്യൂ സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് 1 മൈനസ് റൂട്ട് 5 ഡിവൈഡ് ബൈ 2 എന്ന് വരും. സോ 2 പ്ലസ് 1 മൈനസ് റൂട്ട് 5 ബൈ 2 വരും. സോ നമുക്ക് 3 മൈനസ് റൂട്ട് 5 ബൈ 2 എന്ന് കിട്ടും. സൈൻ സ്ക്വയർ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 3 മൈനസ് റൂട്ട് 5 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി. ഇവിടെ ഗായ്സ് ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് ആദ്യം നോക്കാം. സൈൻ റൈസ് ടു 4x മൈനസ് സൈൻ സ്ക്വയർ. അപ്പൊ വാല്യൂസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ നമുക്ക് സൈൻ സ്ക്വയർ എക്സിന്റെ വാല്യൂ കിട്ടി അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? സൈൻ റൈസ് ടു 4x മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ് കിട്ടാൻ നോക്കുന്നത്. ഞാനൊരു സൈൻ സ്ക്വയർ എക്സിനെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? സൈൻ സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എനിക്ക് എഴുതാം. നോക്കിക്കേ, ഈ സൈൻ സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? മൈനസ് കോസ് സ്ക്വയർ എക്സ് ആണ് അല്ലെ? റെഡി? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സൈൻ സ്ക്വയർ എക്സ് മൈനസ് 1 സൈൻ സ്ക്വയർ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ മൈനസ് 1 അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ മതി. സൈൻ സ്ക്വയർ എക്സിന്റെ വാല്യൂ ഇവിടെ ഉണ്ട്. സൈൻ സ്ക്വയർ എക്സ് മൈനസ് 1 നിങ്ങൾ ചെയ്യുക. ഓക്കെ? അപ്പൊ അത് ചെയ്താലും മതി. അപ്പൊ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? മൈനസ് ഓഫ് 3 മൈനസ് റൂട്ട് 5 ബൈ 2 അതുപോലെ തന്നെ റൂട്ട് 5 മൈനസ് 1 ബൈ 2 ഈ രണ്ട് വാല്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക കേട്ടോ. സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു മൈനസ് കോസ് സ്ക്വയർ എക്സ് ദെൻ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ട് കോസ് സ്ക്വയർ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാലും മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് വാല്യൂസ് കിട്ടും. ദെൻ നിങ്ങൾ ഇതിനെ എന്ത് ചെയ്താൽ മതി? സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് പോകും. സോ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ പോരെ. സോ നമുക്ക് എന്ത് കിട്ടും? 3 റൂട്ട് 5 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. ഇത് ഇൻറ്റു ഇത് ചെയ്യണം. ദെൻ 2 ഇൻറ്റു 2 എത്രയാണ്? നമുക്ക് 4 ആണ്. ഓക്കെ? അപ്പൊ ഈച്ച് എവറി ടൈം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 5 പ്ലസ് റൂട്ട് 5 മൈനസ് 3 വരും. ദെൻ ഡിവൈഡ് ബൈ നമുക്ക് 4 വരും. ഒരു മൈനസ് പുറത്തുള്ള കാര്യം മറക്കരുത്. സോ നമുക്ക് എത്ര കിട്ടും? 3 റൂട്ട് 5 പ്ലസ് റൂട്ട് 5 വരുന്നതിന് മൈനസ് 4 റൂട്ട് 5 മൈനസ് 8 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഒരു 4നെ ഡിനോമിനേറ്ററിന് എടുത്ത് കട്ട് ചെയ്യാം. സോ നമുക്ക് മൈനസ് റൂട്ട് 5 മൈനസ് 2 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ 2 മൈനസ് റൂട്ട് 5 എന്ന് കിട്ടും. 2 മൈനസ് റൂട്ട് 5 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ അപ്പൊ ഓപ്ഷൻ സി തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? റെഡി ഗായ്സ്? ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമ്മൾ 19ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് ഈ 10 സൈൻ റേസ് ടു 4 ആൽഫ പ്ലസ് 15 കോസ് റേസ് ടു 4 ആൽഫ ഈക്വൽ ടു 6 ആണ്. ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ദെൻ 27 സീക് റേസ് ടു 6 ആൽഫ പ്ലസ് 8 സീക് റേസ് ടു 6 ആൽഫ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഞാൻ ഈക്വേഷൻ അതുപോലെ എഴുതുന്നു. പല രീതിയിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ.
Okay, then 15 cos raised to 4 alpha equal to 6. നിങ്ങൾക്ക് ഇവിടെ ഇതിനെ t എന്ന് വേണമെങ്കിൽ എടുത്തിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിലും സിംപ്ലിഫൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാനിപ്പം വേറെ രീതിയിലാണ് ചെയ്യുന്നത്. 10 sin raised to 4 alpha plus 15 cos raised to 4 alpha equal to 6 into ഞാൻ ഇവിടെ ഒരു 1 സ്ക്വയർ എന്ന് എടുക്കുന്നു. ഓക്കെ, 1 സ്ക്വയർ 1 തന്നെയല്ലേ? അപ്പൊ നോക്കിയാൽ 10 into sin raised to 4 alpha plus 15 cos raised to 4 alpha equal to 6 into ഞാൻ ഇവിടെ sin square alpha plus cos square alpha whole square എന്ന് എടുക്കുന്നു. റെഡി? അപ്പൊ ഇത് എന്തായിട്ട് വരും? ഇത് എക്സ്പാൻഡ് ചെയ്താൽ sin raised to 4 alpha plus cos raised to 4 alpha plus 2 sin square alpha cos square alpha എന്ന് വരും. റെഡി? ഞാൻ ഈ ഇക്വേഷൻ ത്രൂ ഔട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ എല്ലായിടത്തും cos raised to 4 alpha വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 10 tan raised to 4 alpha plus ഇത് 15 ആകും 6 into മക്കളെ ഇവിടെ sin raised to 4 alpha വരും. ഇത് ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ sin raised to 4 alpha by cos square 4 alpha ഇപ്പൊ എത്ര കിട്ടും? tan raised to 4 alpha വരും. then ഇവിടെ cos raised to 4 alpha by cos raised to 4 alpha 1 വരും. then പിന്നെ ഇവിടെ എന്തുണ്ട്? 2 into പിന്നെ ഇവിടെ നമുക്ക് 2 into sin square alpha cos square alpha ഉണ്ട്. അതിനെ ഡിവൈഡ് ബൈ നമ്മൾ cos raised to 4 alpha ചെയ്യുമ്പോൾ ഇത് ഒരെണ്ണം കട്ടായി പോകും, ഇവിടെ പിന്നെ സ്ക്വയർ വരും. സോ 2 into tan square alpha തന്നെ വരും. ഓക്കെ, റെഡി? ക്ലിയർ ആണല്ലോ? അപ്പൊ 2 into tan square alpha ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പ്ലസ് 2 into tan square alpha. റെഡി? ആ രീതിയിൽ ചിന്തിച്ച് നോക്കുക കേട്ടോ. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇവനെ ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ശ്രദ്ധിച്ച് എന്താ എഴുതാൻ പോകുന്നത്? 10 tan ശ്രദ്ധിച്ചേ 10 tan raised to 4 alpha plus 15 വരും. 6 വെച്ചിനകത്തോട്ട് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 6 tan raised to 4 alpha plus 12 tan square alpha plus 6 എന്ന് വരും. റെഡി? നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. 10 minus 6 വരുമ്പോഴത്തേക്കിന് 4 tan raised to 4 alpha minus 12 tan square alpha plus 9 equal to 0. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട്സ് കണ്ടുപിടിക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരണം? 36 വരണം. 36 വരണം. ആഡ് ചെയ്യുമ്പോൾ -12. ഏതൊക്കെയാണ് നമ്പർ? -6 -6 തന്നെ നമുക്ക് എടുക്കാം. സോ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര തന്നെ വരണം? -3/2 ആണ് നമുക്ക് കിട്ടുന്ന എക്സിന്റെ വാല്യൂ. സോ tan square alpha minus 3/2 whole square equal to 0 എന്നാണ് വരുന്നത് അല്ലേ? നമുക്ക് ഇവിടുന്ന് റൂട്ട് എന്ന് കിട്ടും tan square alpha equal to 3/2 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ റൂട്ട്. tan square alpha 3/2 ആണെങ്കിൽ cot square alpha എന്ത് വരും? 2/3 എന്ന് കിട്ടും. റെഡി? നമുക്ക് വേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 27 cosec raised to 6 alpha plus 8 into sec raised to 6 alpha. ഇപ്പൊ നമുക്ക് ഇതാ cot square alphയും tan square alphയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്തായിരുന്നു? ശ്രദ്ധിച്ചേ 27 into cosec raised to 6 alpha plus 8 into sec raised to 6 alpha അല്ലെ? ഇവനെ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എഴുതുവാണ്. എങ്ങനെയാണ്? 27 into cosec square alpha whole cube plus 8 into sec square alpha whole cube എന്ന് എഴുതുന്നു. ഓക്കെ, നമുക്കറിയാം cosec square alpha sec square alpha. ഇവിടെ tan square alphയും cot square alphയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. റെഡി? അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 27 into ഈ cosec സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? 1 plus cot square alpha എന്ന് എഴുതുന്നു. then 8 sec square alpha ഞാൻ 1 plus tan square alpha എന്ന് എഴുതുന്നു. ആ വാല്യൂസ് നമുക്കുണ്ടല്ലോ. സോ 27 into 1 plus cot square alpha നമുക്ക് 2/3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഹോൾ ക്യൂബ് പ്ലസ് 8 into 1 plus tan square alpha നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 3/2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഹോൾ ക്യൂബ് ഇത് ഞാൻ സിംപ്ലിഫൈ ചെയ്യുക. സോ 25 into ഇത് 5/3 എന്ന് വരും. ഹോൾ ക്യൂബ് വരും. പ്ലസ് ഇത് 8 into 5/2 ഹോൾ ക്യൂബ് എന്ന് വരും. സോ സിംപ്ലിഫൈ ചെയ്യുക. 27 into 125 divided by 27 plus 8 into 125 divided by 8. 8 to 8 27 25 പോയി 125 plus 125 നമുക്ക് കിട്ടും. സോ 250 നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ എത്ര വരും? 250 ആണ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ദ വാല്യൂ ഓഫ് cot pi/24 ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം cot pi/24 pi 180/24 വരുമ്പോൾ 7.5 ഡിഗ്രി വരും അല്ലെ? അപ്പൊ cot 7.5 ഡിഗ്രി എന്ന് വരാം. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ ഈ ഒരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. cot θ/2 equal to cot θ plus cosec θ. cot θ plus cosec θ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? cot 15/2 എന്ന് എഴുതത്തില്ലേ? അപ്പൊ എന്ത് വരും? cot 15 ഡിഗ്രി പ്ലസ്
കൊസീക് 15 ഡിഗ്രി എന്ന് എഴുതാം. 15 ഡിഗ്രി എന്ന് എഴുതാം. നമുക്കറിയാം കോട്ട് 15 ഡിഗ്രി, ടാൻ 15 ഡിഗ്രിയുടെ വാല്യൂ നമുക്ക് എഴുതാൻ അറിയാം. അങ്ങനെ കോട്ട് 15 ഡിഗ്രിയുടെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, √3 + 1 ഡിവൈഡഡ് ബൈ √3 - 1 എന്ന് എഴുതാം. പ്ലസ് സൈൻ 15 ഡിഗ്രിയുടെ വാല്യൂ അറിയാമെങ്കിൽ കൊസീക്കിന്റെ എഴുതാൻ അറിയാമല്ലോ, 2√2 - √3 - 1. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. നമുക്ക് ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. സോ ന്യൂമറേറ്റേഴ്സ് നമ്മൾ ഡയറക്ട്ലി ആഡ് ചെയ്യുന്നു. √3 + 1 + 2√2 എന്ന് വരുന്നു, ഡിവൈഡഡ് ബൈ √3 - 1. സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടെടുക്കുന്നു, കോൺജുഗേറ്റ് എടുക്കുന്നു. √3 + 1 then √3 + 1 ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം മക്കളെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നോക്കിക്കേ, സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത് നോക്കിക്കേ, ഇത് ബ്രാക്കറ്റിൽ കൊടുക്കണേ. ഓക്കെ, ബ്രാക്കറ്റിൽ കൊടുക്കുമ്പോൾ രണ്ടിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ √3 + 1 then √3 + 1 then +2√2 then √3 + 1. ഓക്കെ, ഡിവൈഡഡ് ബൈ നമ്മൾ താഴെ എന്ത് ചെയ്യും? അത് 2 എന്ന് കിട്ടും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് √3 - 1 പ്ലസ് ഇൻറ്റു √3 + 1. ഓക്കെ, then അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ 3 + 1 + 2√3 + 2√6 + 2√2 വരും, ഡിവൈഡഡ് ബൈ 2 ആണ്. again simplify ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 + √3 + √6 + √2 എന്ന് കിട്ടും. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും? 2 + √2 + √3 + √6. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ കിട്ടുന്നത്. റെഡി? സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ അത് ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കുന്നത് സെക്ഷൻ ബിയിലേക്കാണ്. സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. 21ാമത്തെ ചോദ്യമാണ്. ഒരു ഡിറ്റർമിനന്റ് ആണ് തന്നിരിക്കുന്നത്. അത് ഈക്വൽ ടു 3 × ax - b × ax + 3b ഹോൾ സ്ക്വയർ then a + b × a - b കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇതിനോട് ഈക്വൽ ആണ്. പക്ഷെ ഇതിന്റെ ഡിറ്റർമിനന്റ് നോർമൽ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നോർമൽ രീതി എക്സ്പാൻഡ് ചെയ്യുന്നതിന് പകരം ഇതിന് ഏതെങ്കിലും റോ ഓപ്പറേഷനോ കോളം ഓപ്പറേഷനോ ചെയ്ത് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഏതെങ്കിലും എലമെന്റ്സ് 0 0 എവിടെയെങ്കിലും റോയോ കോളോ ഒക്കെ ആക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോളം 1ന് x - 3 4x 4x, കോളം 2ലും സെയിം റിപ്പീറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്, സെയിം എലമെന്റ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഞാൻ ഈ റോ 1നെ ചേഞ്ച് ചെയ്യാൻ പോവാണ്. റോ 1 ഗീവ്സ് റോ 1 + റോ 2 + റോ 3 ഞാൻ ചെയ്യാൻ പോവാണ്. സോ നമുക്ക് എന്ത് കിട്ടും? r1 ഗീവ്സ് r1 + r2 + r3 ഞാൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ കിട്ടുന്നത് നിങ്ങൾ പറയണേ. ശ്രദ്ധിച്ചേ, x - 3 + 4x + 4x ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? റോ 1ലെ എലമെന്റ്സ് എല്ലാം സെയിം തന്നെ വരുവേ. സോ നമുക്കറിയാം ഇവിടെ x 4x 4x, അപ്പൊ 4 4 8 1 9x അല്ലെ. 9x - 3 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? യെസ്, 9x - 3 ആയിരിക്കും നിങ്ങൾ റോ 1 കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? 9x - 3 എന്ന് കിട്ടും. റിമൈനിങ് എലമെന്റ് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നു. 4x 4x then x - 3 4x then 4x x - 3. മക്കളെ, നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് മൂന്നും സെയിം ആണ്. 9x - 3 9x - 3 ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? കോമൺ ആയിട്ട് ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. സോ 9x - 3 ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. പിന്നെ എനിക്ക് എന്തുണ്ട്? ഇവിടെ 1 1 1 ആണ് വരുന്നത്. ഇവിടെ സെയിം 4x then x - 3 4x then 4x x - 3. ഇത്രയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് എവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടിയത്. ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇത് 1 1 1 സിമ്പിൾ ആണ്. നമുക്ക് ഇതിനെ 0 ആക്കണമെങ്കിൽ ഇത് ഏതെങ്കിലും സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതായിട്ട് മനസ്സിലായി. ഇനി ഇവിടെ നമുക്കൊരു 0 വേണമെങ്കിൽ ആക്കാം അല്ലെ. ഇവിടെ നമുക്ക് 0 ആക്കണമെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? 4x - 4x ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ 0 ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കേ, നമുക്ക് ഈ C1 - C3 ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, C1 ഗീവ്സ്, ഞാനിപ്പോ എന്ത് ചെയ്യാൻ പോകണം? C1 ഗീവ്സ് C1 - C3 ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പൊ എനിക്ക് എന്താ കിട്ടുന്നത് ശ്രദ്ധിക്കണേ. അടുത്തതാണ് കേട്ടോ, അങ്ങോട്ട് ചെയ്യുവാണ്. അപ്പൊ എന്താ വരുന്നത്? ഇത് ബ്രാക്കറ്റ് വെളിയിലുണ്ട്, 9x - 3 നമുക്ക് പുറത്തുണ്ട്. then C1 - C3 ചെയ്തേ. അപ്പൊ C1 ആ ചേഞ്ച് ചെയ്യുന്നത് 1 - 1 അതാ 1 - 1 0. then next 4x - 4x 0. then മറ്റേത് 4x - ശ്രദ്ധിച്ചേ, ബാക്കി മറ്റേത് എന്ത് വരും? 4x - x -3 അപ്പൊ +3 വരും. സോ 3x + 3 എന്ന് വരും. ഓക്കെ, 3x + 3 എന്ന് വരും. അത് സൈഡിൽ എഴുതിയോണേ, 3x + 3 എന്ന് വരും. then ഇവിടെ നമുക്ക് 1 x - 3 4x ചേഞ്ച് ഒന്നുമില്ല. ഇതിനും ചേഞ്ച് ഒന്നുമില്ല. 1 4x x - 3. ക്ലിയർ ആണോ മക്കളെ? റെഡി? അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്തു? ഇത് ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ നിങ്ങൾക്ക്
ഇവനെ വെച്ച് ഇവാലുവേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അഗെയിൻ ഇത് 0 ആക്കുന്ന പോലെ ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങോട്ട് 1, ഇത് നമുക്ക് 1 - 1 0 ആക്കാം അല്ലെ. ഈ റോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിന് 0 ആക്കാം. അപ്പൊ നമ്മൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ അത് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ ഇവിടെ C1 തന്നെ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്താൽ മതി. രണ്ടെണ്ണം 0 ആയപ്പോൾ ഇത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവാലുവേറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, സെയിം ആൻസർ തന്നെ കിട്ടും. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. C2 നെ എങ്ങനെ ചെയ്യാം, C2 - C3 എന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് വീണ്ടും എന്ത് കിട്ടി, 9x - 3 തന്നെ വരും. പിന്നെ ഇവിടെ 0 0, then ഇത് 3x + 3 തന്നെ വരും. then ഇത് 1 - 1 ഇത് 0 വരും. then x - 3 - 4x എന്ന് വരും. അപ്പൊ x - 3 - 4x വരും. സോ നമുക്ക് എത്ര കിട്ടും, -3 - x എന്ന് വരും. ഓക്കെ, -3 - 3x അല്ലെങ്കിൽ -3x - 3 എന്ന് വരും. then ഇത് 4x - x + 3. അപ്പൊ നമുക്ക് എത്ര കിട്ടും, നമുക്ക് കിട്ടിയ പോലെ തന്നെ 3x + 3 എന്ന് വരും. റെഡി, ഇതെന്താണ് 1 4x x - 3 സെയിം. ഓക്കെ, റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാം. പരിപാടി കഴിഞ്ഞു, ഇവാലുവേറ്റ് ചെയ്ത മക്കളെ. അപ്പൊ ഈ 9x - 3 നമുക്ക് പുറത്ത് കിടപ്പുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് ഈ റോ വെച്ച് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 റിമൈനിങ് ഉള്ളൂ. നമുക്ക് ഇതും എന്തുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തത്, കാരണം ഇവിടെ എടുക്കുവാണെങ്കിൽ ഇത് ഒരു 3x + 3 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വന്നതിനും, ഇതിപ്പോ നമുക്ക് ഇത് 1 ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, 1 നിൽക്കുന്ന റോയും കോളവും കളഞ്ഞ് നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 0 ആയി പോകും. ദെൻ നമുക്ക് എന്തുണ്ട്, 3x + 3യും -3x + 3യും ഉള്ളത് അല്ലെ. ഇവിടുന്ന് മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ -3x + 3 വരും. സോ -3x + 3 ഹോൾ സ്ക്വയർ വരും. ദെൻ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ -(- വരുമ്പോൾ അത് പ്ലസ് ആയി പോകും. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ആ സ്റ്റെപ്പ് എല്ലാം കൂടി ഒന്നും എഴുതുന്നില്ല, നോക്കിയാൽ മതി. 3x + 3 ഹോൾ സ്ക്വയർ വരും. അത് കണ്ടോ, പറയുന്നത് മനസ്സിലായോ? 0 - -3x + 3 ഹോൾ സ്ക്വയർ എന്ന് വരും. അങ്ങനെ ഇത് അങ്ങനെ ആയത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകം നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ നിന്ന് ഒരു 3നെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എനിക്ക് 3 × 3x - 1 വരും. ഇവിടെ എനിക്ക് 3x + 3 ഹോൾ സ്ക്വയർ വരും. നമുക്ക് തന്നിരിക്കുന്ന പാറ്റേൺ എന്തായിരുന്നു, അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 3 × ax - b × ax + 3b ഹോൾ സ്ക്വയർ. നോക്കിക്കേ, ആ ഫോർമാറ്റുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുവാണേ. 3 × ax - b then ax + 3b ഹോൾ സ്ക്വയർ എന്ന് വന്നു. റെഡി മക്കളെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, എയുടെ സ്ഥാനത്ത് നമുക്ക് എന്തുണ്ട്, 3 ഉണ്ട്. ബിയുടെ സ്ഥാനത്ത് നമുക്ക് എന്തുണ്ട്, 1 ഉണ്ട്. യെസ്, എ നമുക്ക് കിട്ടിയത്ര 3, ബി നമുക്ക് എത്ര കിട്ടി, 1. ദെൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു, a + b-യും അതുപോലെ തന്നെ a - b-യും കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ചെയ്യാം. a + b എന്ന് പറഞ്ഞാൽ 3 + 1 4 ആണ്. ദെൻ a - b 3 - 1 2 ആണ്. സോ 2 × 4 8 ആണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പൊ ഈ ന്യൂമറിക്കൽ ടൈപ്പ് ചോദ്യം അല്ലെങ്കിൽ ചോദ്യത്തിന്റെ ആൻസർ എത്രയാണ്, 8 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ 22ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 22ാമത്തെ ചോദ്യം എന്താ പറയുന്നത്, ദ സം ഓഫ് ദി വാല്യൂസ് ഓഫ് എക്സ് സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ √x × √x - 4 -3 × മോഡുലസ് ഓഫ് √x - 2 + 6 = 0 എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സം ഓഫ് ദ വാല്യൂസ് ഓഫ് എക്സ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എക്സിന്റെ വാല്യൂ പോസിറ്റീവ് 0യോ 0യേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസിന്റെ എല്ലാത്തിനും സം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് എഴുതുവാണ്. നോക്കി, √x × √x - 4 -3 × മോഡുലസ് ഓഫ് √x - 2 + 6 = 0. നമുക്കറിയാം മോഡുലസിനകത്ത് ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 -x വെൻ എക്സ് ലെസ് ദാൻ 0. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മോഡിനകത്ത് എന്താ വന്നിരിക്കുന്നത്, √x - 2 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്ത് വരും, മോഡ് √x - 2 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് നമ്മുടെ ഫംഗ്ഷൻ, യെസ് √x - 2 വെൻ √x - 2 greater than or equal to 0, അതായത് √x greater than or equal to 2. റെഡി, നെക്സ്റ്റ് മൈനസ് ഓഫ് എക്സ്, അതായത് മൈനസ് ഓഫ് √x - 2. അപ്പം 2 - √x വരും. ഓക്കെ, 2 - √x ഇത് എപ്പോഴാണ് വരുന്നത്, നമുക്കറിയാം √x - 2 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ √x - 2 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആണ്. സോ √x എന്ന് പറയുന്നത് ലെസ് ദാൻ 2 ആണ് കേസ്. റെഡി, അപ്പൊ ഈ രണ്ട് കേസാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. ക്ലിയർ ആണല്ലോ? റെഡി ഗായ്സ്? ഓക്കെ, സോറി 2 - √x ആണ് കേട്ടോ. 2 - √x നമ്മൾ തിരിച്ചെഴുതിയില്ലേ, -x വെൻ x ലെസ് ദാൻ 0. അപ്പൊ ഇവിടുത്തെ x അപ്പൊ എന്തായി, 2 - √x ലെസ് ദാൻ 0 എന്ന് വരും. അപ്പൊ നമുക്ക് √x ഗ്രേറ്റർ ദാൻ 2 എന്ന് വരും. ഓക്കെ,
കേട്ടോ. റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 2 വരും. റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 2 വരും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. റെഡി ഗൈസ്? അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഇത് എഴുതിയത് മനസ്സിലായോ? റൂട്ട് എക്സ് മൈനസ് 2 വരുന്ന എപ്പോഴാ? റൂട്ട് എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുന്ന സമയത്ത്. ഇനി മൈനസ് ഓഫ് റൂട്ട് എക്സ് മൈനസ് 2 ആണ് എപ്പോഴാണ്? റൂട്ട് എക്സ് മൈനസ് ഓഫ് റൂട്ട് എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആവുന്ന സമയത്ത്. അങ്ങനെയാണ് ഇത് രണ്ടും നമ്മൾ എഴുതിയത്. ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് കേസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കേസ് എന്താണ്? റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 വരുന്ന സമയത്ത്. റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 വരുന്ന കേസാണ് ഫസ്റ്റ് എടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇതെല്ലാം പോസിറ്റീവ് ആണ് വരുന്നത് അല്ലെ? അപ്പൊ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്താലോ? റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് വരും. ദെൻ 4 റൂട്ട് എക്സ് മൈനസ് 3 റൂട്ട് എക്സ് പ്ലസ് 6 പ്ലസ് 6 ഈക്വൽ ടു 0 എന്ന് വരും. റെഡി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് ദെൻ 7 റൂട്ട് എക്സ് ദെൻ 12 ഈക്വൽ ടു 0. റെഡി അല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? എക്സ് മൈനസ് 7 റൂട്ട് എക്സ് പ്ലസ് 12 ഈക്വൽ ടു 0 എന്ന് വരും. റെഡി? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഇതിനെ റൂട്ട് എക്സ് ഹോൾ സ്ക്വയറിനെ എക്സിനെ എഴുതാം അല്ലെ? അപ്പൊ എന്ത് കിട്ടും? റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് 7 റൂട്ട് എക്സ് പ്ലസ് 12 ഈക്വൽ ടു 0. അപ്പൊ നമുക്കറിയാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -7 കിട്ടണം. നമുക്കറിയാം -4ഉം -3ഉമാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം റൂട്ട് -4 then root x -3 equal to 0 എന്ന് വരും. From here we can write റൂട്ട് എക്സിന്റെ വാല്യൂ എന്ത് വരും? റൂട്ട് എക്സ് ഈക്വൽ ടു 4 എന്നും കിട്ടും. അതുപോലെ തന്നെ റൂട്ട് എക്സ് ഈക്വൽ ടു നമുക്ക് 3 എന്നും കിട്ടും. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് റൂട്ട് എക്സ് 4 കിട്ടിയതും റൂട്ട് എക്സ് 3 കിട്ടിയതും എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 തന്നെയാണ്. അപ്പൊ ഇവിടെ രണ്ട് സൊല്യൂഷൻ നമുക്ക് കിട്ടി. റൂട്ട് എക്സ് 4ഉം റൂട്ട് എക്സ് 2 രണ്ട് സൊല്യൂഷൻസ് ഉണ്ട് ഇവിടെ അല്ലെ? 2 സൊല്യൂഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. 2 സൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ എഴുതാലോ. റൂട്ട് എക്സ് 4 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ നമുക്ക് 16 കിട്ടും. അതുപോലെ തന്നെ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. സം ഓഫ് ദ വാല്യൂസ് ഓഫ് എക്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എക്സും കിട്ടി, എക്സ് 16 കിട്ടി, 9 കിട്ടി. ഇനി അടുത്ത കണ്ടീഷൻ നമ്മൾ നോക്കേണ്ടത് എന്താണ്? റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആവുന്ന കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. ഓക്കെ, റെഡിയല്ലേ? അപ്പൊ അടുത്തതിലേക്ക് പോവാണ്. നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 2. റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണ് അടുത്ത കണ്ടീഷൻ വരും. അപ്പൊ നെഗറ്റീവ് വരും. അത് ഏത് വരും? ഫംഗ്ഷന് മോഡൽ ഫംഗ്ഷൻ ഇത് വരും. 2 മൈനസ് റൂട്ട് എക്സ് ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതാ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. -4 റൂട്ട് എക്സ് -3 ഇൻറ്റു 2 മൈനസ് റൂട്ട് എക്സ് പ്ലസ് 6 വരും. അത് കേട്ടോ, തിരിഞ്ഞു വരും, നെഗറ്റീവ് ആയിട്ട് വരും. ഓക്കെ, റെഡി? അപ്പൊ മോഡ് എക്സ് ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്യുന്ന കേസൊക്കെ അറിയണം കേട്ടോ. അപ്പൊ എന്ത് വരും? എക്സ് -4 റൂട്ട് എക്സ് -6 പ്ലസ് 3 റൂട്ട് എക്സ് പ്ലസ് 6 ഈക്വൽ ടു 0. ദെൻ ഇതിനകത്ത് നിന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? -6ഉം പ്ലസ് 6ഉം പോയി കിട്ടി. ദെൻ നമുക്ക് എന്താ? എക്സ് മൈനസ് റൂട്ട് എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഇവിടെ നിന്ന് കിട്ടും എക്സ് ഈക്വൽ ടു നമുക്ക് റൂട്ട് എക്സ് എന്ന് വരും. റെഡി അല്ലേ? എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് കിട്ടും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണ്. ദെൻ നമുക്ക് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് വരാം? എക്സ് സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എക്സ് എന്ന് വരാം. ദെൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? 1 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? എക്സ് ഈക്വൽ ടു നമുക്ക് 1 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഈ ഒരു കേസ് നമുക്ക് എന്ത് ചെയ്തു? കിട്ടും. പറയുന്ന മനസ്സിലായോ? റെഡി? ഇനി നമുക്ക് റൂട്ട് എക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് 1 എന്ന് പറയാം. അത് എന്ത് തന്നെയാണ് വരുന്നത്? നമുക്ക് 1 തന്നെ വരും. ക്ലിയർ ആണല്ലോ? റെഡി? അപ്പൊ ഈ കേസിൽ നിന്ന് നമുക്ക് എക്സ് ഈക്വൽ ടു 0 എന്നും എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് പറ്റും. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? റൂട്ട് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇവിടുന്ന് വാല്യൂ കിട്ടി. അപ്പൊ നമ്മളോട് സം ഓഫ് ദ എക്സ്, അപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ടു 1 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് സം ഓഫ് ദ വാല്യൂസ് ഓഫ് എക്സ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് ഏതൊക്കെ കിട്ടിയിട്ടുണ്ട്? യെസ്, നമുക്ക് 16 പ്ലസ് 9 പ്ലസ് 1 എത്ര കിട്ടും? നമുക്ക് 16 പ്ലസ് 9 പ്ലസ് 1, അപ്പൊ നമുക്ക് 26 എന്ന് കിട്ടും നമ്മുടെ വാല്യൂ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് 23ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 23ാമത്തെ ചോദ്യം ഇതാണ് പറയുന്നത്, the number of real roots of the equation. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ റിയൽ റൂട്ട്സ്, എത്ര നമ്പർ റിയൽ റൂട്ട്സ് നമുക്ക് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ സിംപ്ലിഫൈ ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? റൂട്ട് എക്സ് പ്ലസ് 2 ആണ് മൈനസ് റൂട്ട് എക്സ് മൈനസ് 2 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4x മൈനസ് 1 ആണ്. എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ രണ്ട് സൈഡിലും സ്ക്വയർ എടുക്കുകയാണ്. രണ്ട് സൈഡിലും സ്ക്വയർ എടുത്താൽ എന്ത് സംഭവിക്കും? ഇവിടെ നമ്മൾ സ്ക്വയർ എടുക്കുക, അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയർ എടുക്കും. അപ്പം ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ വന്നേ. അപ്പൊ a സ്ക്വയർ എന്ന് വരുമ്പോഴത്തേന് എക്സ് പ്ലസ് 2 വരും. ദെൻ പ്ലസ് ബി സ്ക്വയർ എന്ന് വരുമ്പോഴത്തേന് എക്സ് മൈനസ് 2 വരും. ദെൻ മൈനസ് 2 ഇൻറ്റു റൂട്ട് എ ഇൻറ്റു ബി വരും. ഓക്കെ,
a into b വരും. This is equal to 4x minus 1 വരും. Then നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഇതിപ്പോൾ നമുക്ക് x plus 2 plus x minus 2 എന്ന് വരും. Then minus 2 into the root of നമുക്ക് എന്ത് വരും? Root of a plus b into a minus b. അപ്പോൾ എന്താ വരുന്നത്? x square minus 4 എന്ന് വരും അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്ത് കിട്ടും? x square minus 4 എന്ന് കിട്ടും. This is equal to 4x minus 1 വരും. ഓക്കെ ഗായ്സ്, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവന്മാരെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെ നമുക്ക് 2ഉം കട്ടായി പോയി കഴിഞ്ഞു. ഇവിടെ നമുക്ക് 2x കിട്ടും. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവനെ ഇങ്ങോട്ടും കൊണ്ടുവരുന്നു, ഇവനെ അങ്ങോട്ടും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? minus 4x plus 1 equal to 2 into root of x square minus 4 എന്ന് വന്നു. അപ്പോൾ 2x minus 4x എന്ത് വന്നു? minus 2x plus 1 equal to 2 into root of x square minus 4 എന്ന് വരും. നമുക്ക് റെഡി ആണല്ലോ? minus 2x plus 1 into 2 into root of x square minus 4 ആണ് കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും ഈ റൂട്ട് കളയാൻ രണ്ടിടത്തും അഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്ക്വയറിംഗ് ചെയ്യുന്നു. ഇവിടെ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? സ്ക്വയറിംഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തതിലേക്ക് എഴുതുകയാണ്. സോ minus 2x plus 1 whole square equal to ആ റൂട്ട് പോയി. then 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. സോ x square minus 4 വന്നു. ഇവിടെ എക്സ്പാൻഡ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? 4x square then minus 4x plus 1 equal to 4x square minus 16 വരും. ഓക്കെ, 4x squareും 4x squareും ക്യാൻസൽ ആയി പോയി. minus 4x plus 1 equal to minus 16 വരും. അങ്ങോട്ടേക്ക് പോയി -1. സോ minus 4x equal to minus 17 വരും. മൈനസും കട്ടായി കഴിഞ്ഞാൽ 4x equal to 17 വരും. എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 17/4 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 17/4 എന്ന് കിട്ടി. റെഡി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കിക്കേ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഫംഗ്ഷൻ അതോട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുവാണ്. എക്സിന്റെ വാല്യൂ എടുത്തിട്ട് കൊടുത്ത് നോക്കുവാണ്. അപ്പോൾ ഈ വാല്യൂ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. സോ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എത്ര കിട്ടിയിരിക്കുന്നത്? 17/4 ആണ്. സോ റൂട്ട് ഓഫ് 17/4 plus 2 മൈനസ് റൂട്ട് ഓഫ് 17/4 മൈനസ് 2 ഈക്വൽ ടു ഇതിനോട് ഈക്വൽ ആണോ നമ്മൾ നോക്കുവാണ്. റെഡി? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുവാണ്. റെഡി ഗായ്സ്? എക്സ് ഈക്വൽ ടു ഒറ്റ വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആ വാല്യൂ ഇതിന്റെ സൊല്യൂഷൻ ആണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? റൂട്ട് ഓഫ് എക്സ് പ്ലസ് ടു മൈനസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 ഈക്വൽ ടു എന്തായിരുന്നു? റൂട്ട് ഓഫ് 4x minus 1 അല്ലെ? റൂട്ട് ഓഫ് 4x minus 1 4x minus 1. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ വാല്യൂസ് ഇട്ട് കൊടുക്കുവാണേ. 17/4 plus 2 മൈനസ് റൂട്ട് ഓഫ് 17/4 മൈനസ് 2 ഈക്വൽ ടു റൂട്ട് ഓഫ് നമുക്ക് ഇവിടെ എത്ര വരും? 17/4. അപ്പം 4 into 17/4 4 കട്ടായി പോയി. സോ 17 minus 1 വരും. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്തേ മക്കളെ. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്താൽ എത്ര കിട്ടും? ഇത് സോൾവ് ചെയ്യണേ. അപ്പോൾ നമുക്ക് 17 6 നമുക്ക് എത്ര കിട്ടും? 5/2 വരും. ഇത് 5/2 വരും. then നെക്സ്റ്റ് ഇത് വരുമ്പോൾ നമുക്ക് 3/2 കിട്ടും. ഓക്കെ, ഇത് എത്ര കിട്ടും? റൂട്ട് ഓഫ് 17 minus 1 റൂട്ട് 16 വരും. റൂട്ട് 16 നമുക്കറിയാം 4 ആണ്. നിങ്ങളിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിക്കേ. ഈ ആൻസർ കിട്ടുമോ? നിങ്ങൾക്ക് കിട്ടത്തില്ല. സോ ഇതെന്താണ്? നോട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഇതെന്ത് ചെയ്യത്തില്ല? സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഇവിടെ റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് ഇല്ല, 0 ആണ്. റെഡി ഗായ്സ്? അപ്പോൾ നോട്ട് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് 0 സൊല്യൂഷൻ നമുക്കുള്ളത്. റെഡി ആണല്ലോ? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ 24ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. ദറ്റ് എഫ് എന്ന് പറയുന്നത് n to n നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ എഫ് ഓഫ് n ഈക്വൽ ടു an സ്ക്വയർ പ്ലസ് bn പ്ലസ് c ആണ് തന്നിരിക്കുന്നത്. ദെൻ ഈ എഫ് ഓഫ് 1 3 എന്ന് തന്നിട്ടുണ്ട്. എഫ് ഓഫ് 2 നമുക്ക് 6 എന്ന് തന്നിട്ടുണ്ട്. ദെൻ നമ്മളോട് പറയുന്നു എഫ് ഓഫ് n ഈക്വൽ ടു f of n minus 1 plus f of n minus 2 plus 8n square minus 3 divided by 6 എന്നാണ്. അങ്ങനെയാണെങ്കിൽ for every n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. 3യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? n സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ f of 4 കണ്ടുപിടിക്കാനാണ്. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴേക്കും കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഫസ്റ്റ് n സ്റ്റാർട്ട് ചെയ്യുന്നത് f of 3യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുന്നുണ്ട്. സോ f of 3 ആണ് ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത്. f of 3 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? എന്ത് കിട്ടും? ഇതിലേക്ക് നമ്മൾ കൊടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, എന്ത് കിട്ടും നമുക്ക്? എഫ് ഓഫ് 3 മൈനസ് 1 അത്തരം എഫ് ഓഫ് 2 കിട്ടും. പ്ലസ് എഫ് ഓഫ് 3 മൈനസ് 2 നമുക്ക് എത്ര കിട്ടും? എഫ് ഓഫ് 1 കിട്ടും. ദെൻ 3 സ്ക്വയർ 3 അല്ലേ? 3 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് സോറി 3ന്റെ സ്ക്വയർ വരുമ്പോഴത്തേക്ക് 9 വരും. 9 into 8 72 വരും. മൈനസ് 3
ഡിവൈഡ് ബൈ 6. നമുക്കറിയാം എഫ് ഓഫ് 2ഉം എഫ് ഓഫ് 3യും നമുക്ക് എഫ് ഓഫ് 1 നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് 2 എത്രയാണ്? 6. എഫ് ഓഫ് 1 എത്രയാണ്? 3 ആണ്. സോ 72 മൈനസ് 3 ബൈ 6 ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 13 കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് എത്ര കിട്ടും? എഫ് ഓഫ് 3 എന്ന് പറയുന്നത് ഇപ്പൊ എത്ര കിട്ടി? 13 ആണ് കിട്ടുന്നത്. റെഡി ഗായ്സ്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റെഡി? ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? എഫ് ഓഫ് 3 ഈക്വൽ ടു 13 എന്ന് കിട്ടും. എഫ് ഓഫ് 3 ഈക്വൽ ടു 13 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, റെഡി ഗായ്സ്? കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ദാ ഇവിടെ തന്നിട്ടുണ്ട് എഫ് ഓഫ് എൻ ഈക്വൽ ടു എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ പ്ലസ് സി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ എഫ് ഓഫ് 1 3 ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എഫ് ഓഫ് 1 ഒന്ന് ഇട്ട് കൊടുക്കാമല്ലോ. എഫ് ഓഫ് 1 ഒന്ന് കൊടുത്തു നോക്കി. എഫ് ഓഫ് 1 ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്ന് വരും. അത് നമുക്ക് 3 എന്ന് കിട്ടും അല്ലേ? നെക്സ്റ്റ് എഫ് ഓഫ് 2 ഞാൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4a പ്ലസ് 2b പ്ലസ് സി ഈക്വൽ ടു നമുക്ക് 6 എന്നും കിട്ടും. റെഡി ആണല്ലോ? ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് 3യും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം എഫ് ഓഫ് 3യുടെ വാല്യൂ 13 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എഫ് ഓഫ് 3 ഞാൻ ഇടുവാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9a പ്ലസ് 3b പ്ലസ് സി ഈക്വൽ ടു 13 കിട്ടും. 3 ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് സോൾവ് ചെയ്യാം. ഇവിടെ സിയും സിയും ഉള്ളതുകൊണ്ട് ഞാൻ ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2ൽ നിന്ന് ഈ 1 ഞാൻ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ സി മൈനസ് സി എന്തായാലും 0 ആയി പോകും. ദെൻ 4a മൈനസ് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4a മൈനസ് എ എന്ന് പറഞ്ഞാൽ 3a കിട്ടും. 2b മൈനസ് ബി നമുക്ക് b കിട്ടും. ദെൻ 6 മൈനസ് 3 നമുക്ക് 3 കിട്ടും. നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. 3a പ്ലസ് ബി ഈക്വൽ ടു ഇത് കിട്ടി. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 3ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 കുറയ്ക്കാം. അപ്പൊ 9a മൈനസ് 4a എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 5a കിട്ടി. 3b മൈനസ് 2b നമുക്ക് b കിട്ടും. ദെൻ 13 മൈനസ് 6 നമുക്ക് 7 കിട്ടും. ഇതാ ഈ രണ്ട് ഇക്വേഷൻസ് കൂടെ നമ്മൾ സബ്ട്രാക്ട് സോൾവ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? നമ്മുടെ a എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. റെഡി? അപ്പം ഈ രണ്ട് ഇക്വേഷൻസ് ഇപ്പൊ ഇക്വേഷൻ നമ്പർ 4ഉം ഇക്വേഷൻ നമ്പർ 5ഉം നോക്കി. ഇക്വേഷൻ നമ്പർ 5ൽ ഞാൻ ഇക്വേഷൻ നമ്പർ 4 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 5a മൈനസ് 3a എന്ന് പറഞ്ഞാൽ 2a കിട്ടും. b മൈനസ് b 0 കിട്ടും. 7 മൈനസ് 3 നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. സോ എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. റെഡി? എയുടെ വാല്യൂ 2 കിട്ടി. എയുടെ വാല്യൂ 2 കിട്ടിയാൽ ഏതെങ്കിലും ഇക്വേഷൻസ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6 കിട്ടും. സോ ബിയുടെ വാല്യൂ നമുക്ക് 3 മൈനസ് 6 കിട്ടും. സോ മൈനസ് 3 ആയിരിക്കും ബിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. മൈനസ് 3 കിട്ടി. ഇനി അതും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇക്വേഷൻ ഇതിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് സിയുടെ വാല്യൂ കിട്ടും. ഇത് 2 മൈനസ് 3 ആണ്. സി ഈക്വൽ ടു 3 ആണ്. സോ സിയുടെ വാല്യൂ നമുക്ക് ഇവിടെ എത്ര കിട്ടും? സിയുടെ വാല്യൂ നമുക്ക് 4ഉം കിട്ടും. കേട്ടോ? അപ്പൊ നമുക്ക് എയും ബിയും സിയും എല്ലാം കിട്ടിയിട്ടുണ്ട്. റെഡി? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എഫ് ഓഫ് 4 കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ? എല്ലാ വാല്യൂ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. സോ നമുക്ക് എഫ് ഓഫ് 4 ആണ് വേണ്ടത്. എഫ് ഓഫ് 4 ഈക്വൽ ടു നമുക്ക് എത്ര വരും? എ എൻ സ്ക്വയർ. അപ്പൊ എയുടെ വാല്യൂ എത്രയാണ്? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ആണ്. അപ്പൊ 2 ഇൻറ്റു എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ആണ്. ദെൻ പ്ലസ് ബി ഇൻറ്റു എത്രയാ? ബി എന്ന് പറയുന്നത് മൈനസ് 3 ആണ്. അപ്പൊ അത് മൈനസ് ഓഫ് അല്ലെ? ഇത് 16 ആണ്. അപ്പൊ മൈനസ് ഓഫ് എന്താണ് വരുന്നത്? 3 ഇൻറ്റു എൻ. എൻ എത്രയാണ്? 4 ആണ്. ഇപ്പൊ 12 വരും. പ്ലസ് നമുക്ക് എത്രയാണ്? സിയുടെ വാല്യൂ 4 കിട്ടി. സോ നമുക്ക് 32 മൈനസ് 12 പ്ലസ് 4 വരും. സോ 24 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ 25ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ക്വസ്റ്റൻ ഇതാണ്. ദ മിനിമം വാല്യൂ ഓഫ് 9 ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 4 കോട്ട് സ്ക്വയർ തീറ്റ ഈസ്. ഓക്കെ, ഇത് എങ്ങനെ നമ്മൾ ചെയ്യും? നോക്കിക്കേ, നമ്മുടെ ഫംഗ്ഷൻ ഇതായിരുന്നു. 9 ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 4 കോട്ട് സ്ക്വയർ തീറ്റ. ഇതാണ് എന്ത്? നമ്മളുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ്, സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ്? 3 ടാൻ സ്ക്വയർ തീറ്റ അല്ലേ? അപ്പൊ 3 ടാൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. റെഡി? പ്ലസ് ഇതിനെ ഞാൻ 2 കോട്ട് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. അപ്പൊ നോക്കിക്കേ, ഇത് തന്നെയല്ലേ? 3 ഇൻറ്റു 3 9 ടാൻ സ്ക്വയർ തീറ്റ. ദെൻ ഇതടുത്ത് വരും 2 സ്ക്വയർ 4 കോട്ട് സ്ക്വയർ തീറ്റ. റെഡി അല്ലേ? ഞാൻ ഇതിലേക്ക് വേണ്ടി മക്കളെ ഇതിപ്പം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമുല കിടക്കുന്നത്. നിങ്ങൾക്കറിയാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി ആണ്. ഈ ഒരു ഐഡന്റിറ്റി വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇവനെ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. സോ നമുക്ക് എന്ത് കിട്ടും? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേന് 3 ടാൻ തീറ്റ മൈനസ് 2 കോട്ട് തീറ്റ ഹോൾ സ്ക്വയർ വരും. പ്ലസ് 2 ഇൻറ്റു എ എത്രയാണ്? 3 ടാൻ തീറ്റ. ദെൻ ബി എത്രയാണ്? 2 കോട്ട് തീറ്റ വരും. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലായി. ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ എത്രയാണ്? 1 ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടും? യെസ്, 3 ടാൻ തീറ്റ മൈനസ് 2 കോട്ട് തീറ്റ
ഹോൾ സ്ക്വയർ പ്ലസ് 2 × 3 × 2 അത്ര വരും നമുക്കറിയാം 12 കിട്ടും. ഓക്കെ, 12 കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിന്റെ മിനിമം വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈ എക്സ്പ്രഷൻ ആണ് ഇപ്പൊ എന്തായിട്ട് കിട്ടിയിരിക്കുന്നത്? ഇതായിട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു സ്ക്വയർ ക്വാണ്ടിറ്റി ആണ് ഇത് വന്നിരിക്കുന്നത് അല്ലെ. ഇതൊരു നമ്പർ 12 ആണ്. ഇതൊരു സ്ക്വയർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇതെന്താണ്? ഒന്നെങ്കിൽ ഇത് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിട്ട് 0യോ അല്ലെങ്കിൽ 0യേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ എന്ത് വരത്തുള്ളൂ? ഇത് വരത്തുള്ളൂ. അപ്പൊ ഇതിന്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 0 ആകുക എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. നിങ്ങൾക്ക് മനസ്സിലായി? ഒന്നെങ്കിൽ ഇത് 0 അല്ലെങ്കിൽ 0യേക്കാൾ വലിയ വാല്യൂ. 0യേക്കാൾ വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 12 പ്ലസ് ആ വാല്യൂ. അപ്പൊ അത് കൂടി വരും. പിന്നെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് 0 ആവുന്ന കേസാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പറയാം ഫോർ മിനിമം വാല്യൂ, ഫോർ മിനിമത്തിന് നമുക്ക് എന്ത് ചെയ്യണം? 3 tan θ മൈനസ് 2 cot θ എന്ന് പറഞ്ഞ് എന്തായിരിക്കണം? നമുക്ക് 0 ആയിരിക്കണം. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കി എഴുതാൻ പോവാണ് അല്ലെ. അപ്പം ഇത് സോറി, ഞാൻ ഇങ്ങനെ തന്നെ എഴുതാം. ആ സ്റ്റെപ്പും കൂടെ എഴുതിയേക്കാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾവേസ് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് അല്ലെ. ഫസ്റ്റ് ആയിട്ടും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം അത് മിനിമം ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോർ മിനിമം 3 tan θ മൈനസ് 2 cot θ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആയിരിക്കണം. റെഡി അല്ലേ? ഇത് 0 ആയാലേ നമുക്ക് കാര്യമുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ മിനിമം വാല്യൂ എത്ര വരും? അപ്പം ഇത് 0 ആണെങ്കിൽ മിനിമം വാല്യൂ നമുക്ക് എത്ര കിട്ടും? 0 + 12 ആയിരിക്കും നമുക്ക് മിനിമം വാല്യൂ. സോ മിനിമം വാല്യൂ ഓഫ് 9 tan square θ പ്ലസ് 4 cot square θ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ഈസ് 12 എന്ന് കിട്ടും. കണ്ടോ? ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ 26ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ദ നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻസ് ഇൻ ദ ഇന്റർവൽ -3π/2 7π/2 ഓഫ് ദ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഗ്രാഫ് വരച്ചാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? 4 sin² x മൈനസ് 8 sin x പ്ലസ് 3 = 0 എന്നാണ്. ഇനി ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ്? 4 sin² x മൈനസ് 2 sin x മൈനസ് 6 sin x പ്ലസ് 3 = 0. അല്ലെങ്കിൽ sin x നെ നിങ്ങൾ ടീനോ വല്ലതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറ്റിയിട്ട് അതിന്റെ റൂട്ട്സ് കണ്ടുപിടിച്ചാലും മതി. എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 2 sin x നെ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു 2 sin x മൈനസ് 1 വരും. അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 3നെയും പുറത്തെടുക്കുന്നു. 3നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് 2 sin x മൈനസ് 1 കിട്ടും. ദിസ് ഈക്വൽ ടു 0. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ഒരു 2 sin x ന് രണ്ടിടത്തുനിന്നും കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ എനിക്ക് എന്ത് കിട്ടും? 2 sin x മൈനസ് 3 ഇൻറ്റു 2 sin x മൈനസ് 1 = 0. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? sin x ന്റെ വാല്യൂസ് കിട്ടും. ഓക്കെ, റെഡി അല്ലേ? sin x ന് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. എന്താണ്? sin x = 3/2 അതുപോലെ തന്നെ sin x = 1/2 കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? sin x = 1/2 വരുന്നത്. sin x 1/2 വരുന്ന കേസ് നിങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം. ഓക്കെ, sin 1/2 വരുന്നത് എത്രയാണ്? sin 30 ഡിഗ്രിക്കാണ്. sin 30 ഡിഗ്രിക്ക് മാത്രമാണോ? അല്ല, അത് ഈ ഇന്റർവെല്ലില്, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ള ഇന്റർവെല്ലില് സൈന്റെ ഏതൊക്കെ ആംഗിളിന് നമുക്ക് 1/2 വരും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യാൻ നോക്കണം. അതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ടൊരു കാര്യം പറയാൻ പറ്റും. നമ്മുടെ sin x ന്റെ ഗ്രാഫ് നമ്മൾ നോക്കണം. ഓക്കെ, sin x ന്റെ ഗ്രാഫ് നമുക്കറിയാം. എന്താ? ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് എന്ത് മനസ്സിലാകും? ഇതാ ഏതാ ഇന്റർവെല് പറഞ്ഞിരിക്കുന്നത്? -3π/2 to 7π/2 ആണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇത് 0 ആണെങ്കിൽ ഇത് 0 ആണ്, ഇത് π/2 ആണ്, ഇത് π ആണ്, ദെൻ ഇത് 3π/2 ആണ്, ദെൻ ഇത് 2π ആണ്, ദെൻ ഇത് 5π/2 ആണ്, ദെൻ ഇത് 3π ആണ്, ദെൻ ഇത് എന്താണ്? 7π/2. ഇതുവരെയാണ് ഇന്റർവെല് പറയുന്നത്. ഇങ്ങോട്ടോ ഇവിടെ -π/2 ആണ്, ദെൻ ഇത് -π ആണ്, ദെൻ ഇത് -3π/2 ആണ്. -3π/2 ആണ്. സോ നമ്മുടെ ഇവിടെ നിന്നോട്ട് ഇവിടെ വരെയാണ് വരുന്നത്. ഇവിടം മുതൽ ഇവിടം വരെയാണ് നമുക്ക് എന്ത് വരുന്നത്? അപ്പൊ നിങ്ങൾ നമ്പർ സൊല്യൂഷൻസ് നോക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ലൈൻ വരച്ച് നോക്കിക്കേ. അപ്പൊ ഗ്രാഫിൽ എത്ര തവണ ടച്ച് ചെയ്യുന്നുണ്ട്? 1 2 3 4 5 പോയിന്റ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ടച്ച് ചെയ്താൽ 5 സൊല്യൂഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂഷൻസ് എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂഷൻസ് എത്രയായിരിക്കും? നമുക്ക് 5 ആയിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? sin x 1/2 ആകുന്ന ആ ഇന്റർവെല്ലിൽ എത്ര പോയിന്റ്സ് നോക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും?
5 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. റെഡി ആണല്ലോ? ഇനി നമ്മൾ 27ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നമ്മുടെ 27ാമത്തെ ക്വസ്റ്റൻ ഇതാണ്. ഇഫ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് √3 മൈനസ് √2 മൈനസ് 1 ഓഫ് എക്സ് പ്ലസ് √3 മൈനസ് 2 മൈനസ് √6 പ്ലസ് 2 √2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത്. ദെൻ ആ റൂട്ട്സ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? tan a/2 ഉം tan b/2 ആണ് തന്നിരിക്കുന്നത്. ദെൻ എന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്, ബിന്റെ വാല്യൂ ലെസ് ദാൻ 5 ആണ്. ദെൻ ദ വാല്യൂ ഓഫ് 12 c സ്ക്വയർ 4 into a plus b ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇത് രണ്ടുമാണ് റൂട്ട്സ് ആയിട്ട് തന്നിരിക്കുന്നത്. ഏത്? tan a/2 ഉം tan b/2 ഉം. അപ്പൊ നമുക്കിത് ഒറ്റയടിക്ക് പെട്ടെന്ന് അങ്ങനെ കാണാൻ ഒന്നും പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? ചെറുതായിട്ട് നമുക്കറിയാം ഇത് സം ഓഫ് ദി റൂട്ട്സും ഇത് പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സുമാണ് ഈ കിടക്കുന്നത് നമുക്കറിയാം. ഞാൻ ഇവനെ ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യാൻ പോവാണ്? ഒന്ന് അറേഞ്ച് ചെയ്താൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ റൂട്ട്സ് കിട്ടും. അതായത് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് 2 റൂട്ട്സും കിട്ടും. റെഡി? അപ്പൊ നമുക്ക് നോക്കിയാലോ. ശ്രദ്ധിക്കണേ, ഞാൻ ഇവനെ ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്യാൻ പോവാ. എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണേ, നോക്കിക്കോണം. എക്സ് സ്ക്വയർ ഒരു മൈനസ് കൊടുത്ത് നോക്കിക്കേ. √2 മൈനസ് 1 പ്ലസ് 2 മൈനസ് √3 എന്ന് ഞാൻ എഴുതി. ശ്രദ്ധിച്ചേ, നോക്കിക്കേ, ഞാൻ എന്ത് ചെയ്തി? മൈനസ് ഓഫ് √2 മൈനസ് 1 പ്ലസ് 2 മൈനസ് √3. എന്താ ചെയ്തത്? ഇത് തന്നെയല്ലേ കിട്ടുന്നത്? നോക്കിക്കേ, ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ √3 കിട്ടും. ദെൻ മൈനസ് √2 വരും. ദെൻ മൈനസ് 1 പ്ലസ് 2 പ്ലസ് 1 ആണ്, മൈനസ് അകത്തോട്ട് വിട്ടാൽ മൈനസ് 1 കിട്ടും. യെസ്, നമ്മൾ അവനെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഈ എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സിനെ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാം. എങ്ങനെ വരുന്നത്? √2 മൈനസ് 1 ഇൻറ്റു 2 മൈനസ് √3. ഇത് രണ്ടും മൾട്ടിപ്ലൈ നോക്കിക്കേ. 2 ഇൻറ്റു √2. യെസ്, √3 ഇൻറ്റു √2 √6 മൈനസ് √6 മൈനസ് 2 ദെൻ മൈനസ് ഇൻറ്റു മൈനസ് √3 കണ്ടോ? ഇത് രണ്ടുമാണ് ഈ തന്നിരിക്കുന്നതിന് ഞാൻ മാറ്റി എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സും സം ഓഫ് ദി റൂട്ട്സും കിട്ടിയേക്കുന്നത് കണ്ടോ? ഇപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷന് നമ്മുടെ ഫോം എഴുതുന്ന രീതി തന്നെ എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദി റൂട്ട് ഓഫ് എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ റീപ്ലേസ് ചെയ്ത് ഇവനെ ആ ഒരു ഐഡിയ ഇവിടെ വരണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂ. സോ ഇവിടെ നമുക്ക് 2 റൂട്ട്സ് ഏതൊക്കെയാണ് കിട്ടിയത്? √2 മൈനസ് 1 എന്നൊരു റൂട്ടും കിട്ടും, 2 മൈനസ് √3 കിട്ടും. ആ 2 റൂട്ട്സ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? tan a/2 ഉം tan b/2 ഉം ആണ്. റെഡി? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? tan a/2 എന്ന് പറഞ്ഞത് ഇതും tan b/2. ഓക്കെ, tan b/2. ഓക്കെ, tan b/2 ആണ് നമുക്ക് ഇപ്പൊ തരുന്നത്. 2 മൈനസ് √3 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചേ മക്കളെ, ടാനിന്റെ ഏത് ആംഗിളിലാണ് √2 മൈനസ് 1 വരുന്നത്? ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ആംഗിൾ അല്ലേ? ഓക്കെ, നമുക്കറിയാം ആംഗിൾ ഏതാണ്? a/2 ഈക്വൽ ടു 22.5 ആയിരിക്കണം. റെഡി? ടാനിന്റെ ഏത് ആംഗിൾ ആണ് 2 മൈനസ് √3 വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് b/2 എത്ര വരണം? 15 ഡിഗ്രി ആണ് എത്ര വരുന്നത്? 2 മൈനസ് √3 വരുന്നത്. റെഡി? അപ്പൊ ഇവിടെ നമുക്ക് എന്റെ വാല്യൂ എത്ര കിട്ടും? a ഈക്വൽ ടു നമുക്ക് 45 ഡിഗ്രിന്ന് കിട്ടും, b ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 30 ഡിഗ്രിന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് 12 c സ്ക്വയർ a ഇൻറ്റു a പ്ലസ് b ആണ് വേണ്ടത്. റെഡി? അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 12 ഇൻറ്റു c സ്ക്വയർ 4 ഇൻറ്റു a പ്ലസ് b. ഓക്കെ, അപ്പൊ എന്ത് വരും? 12 ഇൻറ്റു c സ്ക്വയർ 4 ഇൻറ്റു a പ്ലസ് b. 30 പ്ലസ് 45 75 വരും. സോ 12 ഇൻറ്റു c സ്ക്വയർ 4 ഇൻറ്റു 75 300 വരും. ഇവനെ നമുക്ക് എന്ത് ചെയ്യാം? 12 ഇൻറ്റു c സ്ക്വയർ 360 മൈനസ് 16 നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? 300നെ ഇപ്പൊ 360 2π. സീക്ക് 2π മൈനസ് 60 എത്ര വരും? 60. സീക്ക് 60 തന്നെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് 12 സീക്ക് സ്ക്വയർ 16 തന്നെ വരും. സോ നമ്മുടെ ആൻസർ എത്ര വന്നു? നമുക്കറിയാം 12. സീക്ക് 60യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. സോ നമുക്ക് എത്ര കിട്ടും? 12 ഇൻറ്റു ഇത് 4 എന്ന് കിട്ടും. സോ ദ വാല്യൂ ഈസ് 48 എന്ന് വരും. നമ്മുടെ ആൻസർ എത്ര വന്നു? 48 ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ 28ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ആൻഡ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് ഡിനോട്ട് ദ അത് പറഞ്ഞിട്ടുണ്ട് അവിടെ എക്സ് റെസ്പെക്റ്റീവ്ലി. ദെൻ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ 4 ഇൻറ്റു ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് എന്നാണ്. നമുക്കറിയാം എക്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് ആണ് എക്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 4 ഇൻറ്റു ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമുക്ക് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 3 ഇൻറ്റു
സോറി ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ്, ദെൻ 2 ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് നമുക്ക് കിട്ടും. റെഡി? ഇവിടുന്ന് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് നമുക്ക് എങ്ങനെ കിട്ടും? 2/3 ഇൻറ്റു ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് എന്ന് കിട്ടും. നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷന്റെ വാല്യൂ എവിടുന്ന് എവിടെ വരെ ആയിരിക്കും വേരി ചെയ്യുന്നത്. നമുക്കറിയാം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫ്രാക്ഷണൽ പാർട്ട് എക്സ് 1 വരെ വരുള്ളൂ, 1 ആവില്ല, 1 വരെ വരത്തുള്ളൂ അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ആ വാല്യൂ അല്ലെ ഫ്രാക്ഷണൽ പാർട്ട്. ഇവിടെ നമുക്ക് ഇപ്പൊ ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷൻ എത്ര കിട്ടിയിരിക്കുന്നത്? 2/3 ഇൻറ്റു ബോക്സ് എക്സ് ആണ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇതിനകത്തോട്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ശ്രദ്ധിച്ചേ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3, then box x less than 1, then 3 into 2, 0/0 less than or equal to 2 box x, then less than 3 വരും. then 2 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബോക്സ് എക്സ് ലെസ് ദാൻ 3/2 കിട്ടും. നമുക്കറിയാം 0 ലെസ് ദാൻ ബോക്സ് എക്സ് ലെസ് ദാൻ 1.5 എന്ന് കിട്ടും. then അങ്ങനെയാണെങ്കിൽ ബോക്സ് എക്സിന്റെ വാല്യൂ ഇത് 1.5നേക്കാൾ താഴെയാണ്. അപ്പൊ ഇൻഡിജർ ഏതാ വരത്തുള്ളൂ? 1 ആ വരുന്നത്, 0 ഇൻക്ലൂഡഡ് ആണ്. സോ ബോക്സ് എക്സിന് നമുക്ക് 2 വാല്യൂസ് കിട്ടും. ഏതൊക്കെയാണ് കിട്ടുന്നത്? 1ഉം കിട്ടും, 0യും കിട്ടും. നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ. അത് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ 2 കേസാണ് കിട്ടുന്നത്. എക്സ് ഈക്വൽ ടു 1ഉം ബോക്സ് എക്സ് ഈക്വൽ ടു 1ഉം ബോക്സ് എക്സ് ഈക്വൽ ടു 0 ആയി കിട്ടുന്നത്. അപ്പൊ ഫസ്റ്റ് കേസ് ഞാൻ എടുക്കുന്നത് ബോക്സ് എക്സ് ഈക്വൽ ടു 1, ബോക്സ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് ഈക്വൽ ടു 1 എടുത്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഈക്വൽ ടു 2/3 ഇൻറ്റു ബോക്സ് എക്സ് എന്നായിരുന്നു. സോ 2/3 ഇൻറ്റു 1 നമുക്ക് എത്ര കിട്ടും? 2/3 കിട്ടും. റെഡി? നെക്സ്റ്റ് ബോക്സ് എക്സിന്റെ വാല്യൂ നമുക്ക് 0 വരുന്ന കേസിൽ എന്ത് കിട്ടും? ഫ്രാക്ഷണൽ പാർട്ട് നമുക്ക് എത്ര കിട്ടി? 0 കിട്ടി. സോ ഇവിടുന്ന് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് രണ്ടും നമുക്ക് 0 ആണ്. സോ 0 പ്ലസ് 0 നമുക്ക് 0 കിട്ടും. ഇവിടുന്നോ നമുക്ക് എക്സ് ഈക്വൽ ടു ഇപ്പൊ എത്ര കിട്ടി? 2/3 പ്ലസ് 1 ആയിരുന്നു കിട്ടുന്നത്. സോ നമുക്ക് എത്ര കിട്ടും? 5/3 കിട്ടും. സോ നമുക്ക് എത്ര സൊല്യൂഷൻസ് കിട്ടി? എക്സ് ഈക്വൽ ടു 0യും കിട്ടി, എക്സ് ഈക്വൽ ടു 0യും കിട്ടി, അതുപോലെ തന്നെ 5/3യും കിട്ടി. നമുക്ക് 2 സൊല്യൂഷൻസ് ആയിരിക്കും അല്ലെ, 2 സൊല്യൂഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? റെഡി? ഇനി നമ്മൾ 29ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ 29ാമത്തെ ചോദ്യം നോക്കിക്കാൻ മക്കളെ എന്താ പറയുന്നത്? ദ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് എല്ലാ നമ്പർ ഓഫ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനാണ് മോഡ് x² പ്ലസ് 4x പ്ലസ് 3 പ്ലസ് 2x പ്ലസ് 5 ഈക്വൽ ടു 0. ഓക്കെ, ഞാൻ എന്തായാലും അതൊന്നുകൂടെ എഴുതുകയാണ്. മോഡ് x² പ്ലസ് 4x പ്ലസ് 3 പ്ലസ് 2x പ്ലസ് 5 ഈക്വൽ ടു 0. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ മോഡുലസ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മോഡ് ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കും. ഇവിടെ മോഡ് ഫംഗ്ഷനകത്ത് കിടക്കുന്നത് എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ടാണ് കിടക്കുന്നത് അല്ലെ, x² പ്ലസ് 4x പ്ലസ് 3. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം അവനെ നമ്മളൊന്ന് കണ്ടുപിടിക്കണം. അവന്റെ വാല്യൂസ്, എക്സിന്റെ വാല്യൂസ് എവിടെയാണ് നിൽക്കുന്നത് നോക്കണം. അപ്പൊ നോക്കിയേ, x² പ്ലസ് 4x പ്ലസ് 3 ഫസ്റ്റ് കേസ് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. നോക്കിക്കേ, ഇതാണ് എക്സിന് പകരം കിടക്കുന്നത്. സോ ഫസ്റ്റ് നമ്മുടെ കേസ് എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അതെടുത്തു. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയായിരിക്കും വരുന്നത്? നമുക്കറിയാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3ഉം ആഡ് ചെയ്യുമ്പോൾ 4ഉം കിട്ടണം. അപ്പൊ ഏത് കിട്ടും? നമുക്കറിയാം എക്സ് പ്ലസ് 1ഉം അതുപോലെ തന്നെ എക്സ് പ്ലസ് 3ഉം ആണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഫസ്റ്റ് കേസ് കേട്ടോ, മോഡ്സ് ഫംഗ്ഷൻ x when x greater than or equal to 0 minus x when x less than 0. ഇവിടെ നമ്മൾ എക്സിന്റെ സ്ഥാനത്ത്, മോഡ് എക്സിന്റെ സ്ഥാനത്ത് എക്സിന്റെ സ്ഥാനത്ത് ഇതാണ് കിടക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നോക്കുന്നു. അപ്പൊ എക്സിന് 2 വാല്യൂസ് നമുക്ക് കിട്ടും. റെഡി? നമ്പർ ലൈനിൽ ഞാൻ പ്ലോട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നോക്കിയും എക്സ് ഈക്വൽ ടു -3 ആണ് നമുക്ക് ആദ്യം വരേണ്ടത്. -3ഉം അതുപോലെ തന്നെ -1ഉം വന്നു. ബേബി കർവ് പ്രകാരം പ്ലസ് മൈനസ് പ്ലസ് കൊടുക്കുന്നു. സോ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് നമുക്ക് പ്ലസ് വാല്യൂസ് ആണ് വേണ്ടത് അല്ലെ. പ്ലസ് വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? -∞ ടു -3 അതുപോലെ തന്നെ -1 ടു ഇൻഫിനിറ്റി ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് വരേണ്ടത്? നമുക്ക് വേണ്ടത് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ വാല്യൂ വരുന്നത്. അപ്പൊ നമ്പർ ലൈനിൽ നമ്മൾ ഇത് എഴുതി വെക്കാം. ഓക്കെ, റെഡി? അത്രയും നമുക്ക് കിട്ടാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്യാം. അപ്പൊ ഇത് പോസിറ്റീവ് വരുന്ന കേസിൽ ഇത് കംപ്ലീറ്റ്ലി എന്താകും? പോസിറ്റീവ്. അപ്പൊ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ പോവാണ്. സോ x² പ്ലസ് 4x പ്ലസ് 3 പ്ലസ് 2x പ്ലസ് 5 ഈക്വൽ ടു 0. ഈക്വേഷൻ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? x² പ്ലസ് 6x പ്ലസ് 8 ഈക്വൽ ടു 0. കണ്ടോ? അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. ഇതിന്റെ ക്വാഡ്രാറ്റിക്കിന്റെ റൂട്ട് അപ്പൊ എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8ഉം ആഡ് ചെയ്യുമ്പോൾ 6ഉം വരണം. ഓക്കെ, 4ഉം 2ഉം അല്ലെ. അപ്പം 2ഉം എന്താണ്? പോസിറ്റീവ് വരും. അപ്പൊ എക്സ് പ്ലസ് 4ഉം അതുപോലെ തന്നെ എക്സ് പ്ലസ് 2ഉം വരും. ദിസ് ഈസ് ഈക്വൽ ടു 0. സോ എക്സിന്റെ വാല്യൂ നമുക്ക് -4ഉം വരും. ദെൻ എക്സിന്റെ വാല്യൂ നമുക്ക് -2ഉം വരും. ഇവിടുത്തെ നമ്മുടെ കണ്ടീഷൻ എന്താണ്? എക്സിന്റെ വാല്യൂ എന്തൊക്കെ ആകാനേ പാടുള്ളൂ?
-∞ to -3 -1 മുതൽ ഇൻഫിനിറ്റി വരെ ആകും. നമുക്ക് ഈ വാല്യൂസിൽ അപ്പൊ ഏത് സാറ്റിസ്ഫൈ ആവത്തില്ല? യെസ്, -4 ഇൻക്ലൂഡഡ് ആണ് അല്ലെ, -1. പക്ഷെ -2 ഇൻക്ലൂഡഡ് ആണോ? -2 എന്ന് പറയുമ്പോൾ ഇതിന് ബിറ്റ്വീൻ വരും. അപ്പൊ ഇത് വരത്തില്ല. ഇത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? സാറ്റിസ്ഫൈഡ് ആകത്തുള്ളൂ. ഇത് വരത്തില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ഈ കേസിൽ ഗ്രേറ്റർ ദാൻ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മോഡ് എക്സ് നമ്മൾ നോക്കുമ്പോഴത്തേന് ഈ വാല്യൂവും നമുക്ക് എടുക്കത്തുള്ളൂ. ഇതിന് ബിറ്റ്വീൻ ഉള്ള വാല്യൂ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഒറ്റ സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓൺലി വൺ സൊല്യൂഷൻ അല്ലെ, ഇവിടെ നമുക്ക് ഓൺലി വൺ സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. റെഡി ഗായ്സ്? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട എന്താണ്? ഇത് ലെസ് ദാൻ 0 എന്ന കേസിൽ എന്താണ് നോക്കുന്നത്. റെഡി? മോഡെക്സിന്റെ കാര്യമെല്ലാം കൃത്യമായിട്ട് അറിയണം. ആ വാല്യൂസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം x² + 4x + 3 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 വരുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ റൂട്ട് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് വരുന്നത്. നമുക്ക് ഏത് കിട്ടും? x - 1 ഉം x - 3 ആണ് വരുന്നത്. സോ നമ്പർ ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. നമ്പർ ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്ത് എന്താ മുമ്പത്തെ പോലെ തന്നെ -3 ഉം -1 വരും. സോ ഇവിടെ ലെസ് ദാൻ 0 ആയതുകൊണ്ട് ബേബി കർവ് പ്രകാരം പ്ലസ് കൊടുത്താൽ ഈ ഇന്റർവെലിനുള്ളിലായിരിക്കണം നമ്മുടെ എക്സിന്റെ വാല്യൂ നിൽക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് ലെസ് ദാൻ ആയ സ്ഥിതിക്ക് ഇതിന്റെ എല്ലാം സൈൻ എന്ത് ചെയ്യാം? മാറും. അടുത്തത് നോക്കിക്കേ, ഈ ഫംഗ്ഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഇവിടെ എല്ലാം പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? എല്ലാത്തിനും നെഗറ്റീവ് കൊടുക്കണം. റെഡി? അപ്പൊ ആ ഫംഗ്ഷൻ നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ -x² -4x -3 ദെൻ ബാക്കി എന്താണ്? +2x +5. നമ്മൾ മുമ്പ് ചെയ്തതാണ് അല്ലെ, നേരത്തെയും ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിലൊക്കെ നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതേ ടൈപ്പ്. അപ്പൊ എന്താ ചെയ്യും? -x² -2x +2 = 0. മൈനസ് വെച്ച് ത്രൂ ഔട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? x² + 2x - 2 = 0. അപ്പൊ ഇതിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ക്വാഡ്രാറ്റിക് ഫോർമുല തന്നെ യൂസ് ചെയ്യുക. സോ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? -2 -b +or- അല്ലെ, b² 4 ആണ്. -4 × a × c വരുമ്പോൾ 4 + 4 നമുക്ക് കിട്ടും. നമുക്ക് എത്ര കിട്ടും? -4 × a × c. ഓക്കെ, 8 ആണ്. ഓക്കെ, 8 ആണ് വരുന്നത്. സോ 8 ആണ് വരുന്നത്. 4 + 8 വരും. സോ /2 നമുക്ക് എത്ര കിട്ടും? എക്സിന്റെ വാല്യൂ 2 ആണ് കിട്ടും. -2 ± √12/2 കിട്ടും. ഓക്കെ, റെഡി? അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതാ രണ്ട് റൂട്ട്സ് കിട്ടും. ഒന്ന് x = -2 + √12/2 ഉം രണ്ടാമത്തേത് x = -2 - √12/2 ഉം വരും. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വെളിയിൽ പോകും അല്ലെ, ഇതിന്റെ ഉള്ളിലല്ല നിൽക്കുന്നത്. നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതിന്റെ ഉള്ളിൽ വേണം നിൽക്കാനായിട്ട്. ഈ വാല്യൂ എന്ത്? ഇതിന് വെളിയിൽ പോകും. സോ നമുക്ക് ഈ വാല്യൂ എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഇതിന് വെളിയിലേക്ക് പോകും. ഇതായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇതിന് ബിറ്റ്വീൻ ആയിട്ട് നിൽക്കുന്നത്. സോ ഈ വാല്യൂ മാത്രം നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. -2 - √12/2 എന്ന് പറയുന്നത്. റെഡി അല്ലേ ഗൈസ്? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് എത്ര കിട്ടി? ഇവിടുന്ന് നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടി. ഓൺലി വൺ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര സൊല്യൂഷൻ കിട്ടി? ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമുക്ക് എത്ര കിട്ടി? 2 സൊല്യൂഷൻ. മുമ്പത്തെ ഒരു സൊല്യൂഷനും ഇപ്പോഴത്തെ ഒരു സൊല്യൂഷൻ കൂടി 2 സൊല്യൂഷൻ ആണ് നമുക്ക് ഈ ഒരു ഇക്വേഷന് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് 30ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 30ാമത്തെ ചോദ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത്. If f of x = x⁻⁹ - 6 x⁸ - 27 x⁷ plus 12 x⁴ plus x⁴ എന്നാണ് വന്നിരിക്കുന്നത്. ദെൻ ബാക്കിയുണ്ട് -7x³ plus 6x² plus x - 3. ദെൻ f of 6 = നമുക്ക് എന്ത് ചെയ്യാം? നോർമലി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാമേ. f of 6 ഞാൻ കൊടുക്കുകയാണ്. f of 6 അപ്പൊ എന്ത് വരും? 6⁻⁹ - 6 × 6⁸ - 2 × 6⁷ plus 12 × 6⁶ plus 6⁴ minus 7 × 6³ plus 6 × 6² plus 6 minus 3. ഇതാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്താലേ ആൻസർ കിട്ടുകയുള്ളൂ. സിംപ്ലിഫിക്കേഷൻ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം. ശ്രദ്ധിച്ച് 6⁻⁹ ഇവിടെ കൊടുക്കാം. മൈനസ് നോക്കിയാൽ ഇത് 6⁻⁴ × 6⁸ അതെന്തായി മാറും? 6⁻⁹ വരും. 6⁻⁹. ഇവിടെ ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? -2 × 6⁷ അതുപോലെ കൊടുക്കുന്നു. പ്ലസ് ഈ 12നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? 2 × 6 എന്ന് കൊടുക്കുന്നു. സോ 2 × 6 × 6⁻⁶ പ്ലസ് ഈ 6⁴ അതുപോലെ കൊടുക്കുന്നു. 7 × 6³ ദെൻ ഇത് 6³ എന്ന് ഞാൻ കൊടുക്കുന്നു. പ്ലസ് ഈ 6 - 3 ഞാൻ 3 എന്നും കൊടുക്കുന്നു. മക്കളെ ഇതും പോയി കിട്ടി. ദെൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചേ. ഇവിടെ -2 × 6⁻⁷ ഇവിടെ +2 × 6 × 6⁻⁶. അപ്പൊ എന്ത് വന്നു? ഇത് 6⁻⁷ വന്നു.
സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ രണ്ടിനെയും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കി നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ബാക്കിയുള്ളത് 6⁴ മൈനസ് 7 ഇൻറ്റു 6 ക്യൂബ് പ്ലസ് 6 ക്യൂബ് പ്ലസ് 3 എന്ന് വന്നു. റെഡി ഗായ്സ്, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇതിനകത്തുനിന്ന് ഒരു 6 ക്യൂബിനെ ഞാൻ ഇത്രയത്തിനകത്തുനിന്ന് പുറത്തെടുക്കുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഒരു 6 ക്യൂബ് ഞാൻ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനിക്കൊരു 6 ഉണ്ടാകാം, ദെൻ -7 ഉണ്ടാകും, പ്ലസ് 6 ക്യൂബ് ഉണ്ടാകും, പ്ലസ് 3 ഉണ്ടാകും. സോ ഓക്കെ, അപ്പൊ എന്ത് കിട്ടി എനിക്ക്? ഇവിടെ 6 - 7 വരുമ്പോഴത്തേക്കും -1 വരും. സോ -6 ക്യൂബ് പ്ലസ് 6 ക്യൂബ് പ്ലസ് 3 വരും. 6 ക്യൂബും -6 ക്യൂബും പോവും. ഫൈനലി നമ്മുടെ ആൻസർ എത്ര വന്നു? 3 എന്ന് വന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. അപ്പൊ എല്ലാവർക്കും എക്സാം നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഒരു ആവറേജ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരുന്നു, അത്യാവശ്യം മോഡറേറ്റ് ലെവല്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം സൊല്യൂഷൻ അതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ.